Hi. Good evening, DOPA students. All of you, can you hear me, Makkals? Hello. All of you, can you hear me? കേൾക്കുന്നുണ്ടോ മക്കളെ? Is that audible, all of you? Yes, hi guys. സോ എല്ലാവരും മക്കളെ ചായയൊക്കെ കുടിച്ചിട്ടാണോ ഇരിക്കുന്നത്? സെറ്റല്ലേ? ചായയൊക്കെ കുടിച്ചിട്ടല്ലേ? ചായയൊക്കെ കുടിച്ചോ? ചായയൊക്കെ കുടിച്ച് നമുക്ക് ഇന്ന് അപ്പം ഞാൻ നിങ്ങൾക്ക് തന്നൊരു പ്രോമിസ് ഉണ്ട്. ആ ഒരു പ്രോമിസിൽ ഞാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം നമുക്ക് മുന്നിലുള്ളത് 1.5 hour ആണ്. സോ ആ 1.5 hourൽ നിന്ന് നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമ്മുടെ ഹൈഡ്രജൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ബാക്കി ടോപ്പിക്സ് നമ്മൾ ഇന്ന് ആദ്യം ചെയ്യുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമുക്ക് ഹൈഡ്രജൻ എന്ന ചാപ്റ്റർ കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് വളരെ ഷോർട്ടായിട്ട് എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ആൻഡ് എഫ് ബ്ലോക്ക് ഈ 3 ചാപ്റ്റേഴ്സിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിൻ്റെ കൂടെ ഞാൻ നിങ്ങൾക്ക് പല കാര്യങ്ങളും തരും. സോ ടേക്ക് യുവർ നോട്ട്ബുക്സ്, ടേക്ക് യുവർ പെൻസ് ആൻഡ് വി ക്യാൻ റോക്ക് വിത്ത് അവർ സബ്ജക്ട്സ്. ഓക്കെ, സോ ലെറ്റ് us go. സോ നമുക്ക് തുടങ്ങല്ലേ മക്കളെ? ലെറ്റ് us go. Shall we start? തുടങ്ങാം. Just a minute, students. Okay. So initially, you already know what is DOPA. So starting from DOPA itself, residential batch നമ്മളുള്ള കണ്ടീഷൻസ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. So you are always welcome to our team DOPA for our residential batch. So everything we already discussed in past, every residential rooms, reading rooms, direct test, discussions and everything. നമ്മൾ ഇനി നമ്മുടെ ചാപ്റ്ററിൽ ഹൈഡ്രജൻ എന്ന് പറയുന്ന ചാപ്റ്ററിലോട്ട് നമ്മൾ എന്ത് ചെയ്യാണ് പോവാണ്. ഹൈഡ്രജൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഈസ് എ വെരി സിമ്പിൾ ചാപ്റ്റർ. പക്ഷെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്ക് വളരെയധികം എന്ത് ചെയ്യും, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ചാപ്റ്ററും കൂടിയാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജൻ എന്ന് പറയുന്ന ചാപ്റ്റർ, എസ്പെഷ്യലി ഇനോർഗാനിക് കെമിസ്ട്രിയുടെ ഈ ടോപ്പിക്സ്. അപ്പോൾ അതിൽ ഹൈഡ്രജൻ്റെ പ്രിപ്പറേഷൻസ്, ദ ലാസ്റ്റ് ഡേ വി ഡിസ്കസ്ഡ് അബൌട്ട് ദി പ്രിപ്പറേഷൻസ് ഓഫ് ഹൈഡ്രജൻ. പ്രിപ്പറേഷൻസ് ഓഫ് ഹൈഡ്രജൻ പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് പഠിക്കുന്നത് ദ റിയാക്ഷൻസ് ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ ഹാലജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഹൈഡ്രജൻ ഈസ് റിയാക്ടിങ് വിത്ത് ഹാലജൻ. ഹൈഡ്രജൻ ഹാലജനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട് ആണ് HX, ദാറ്റ് ഈസ് നോൺ ആസ് ഹൈഡ്രജൻ ഹാലൈഡ് എന്ന് പേര് വിളിക്കുന്നു. അതേസമയം തന്നെ ഇതിൽ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ശ്രദ്ധിക്കണം. ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി ഫ്ലൂറിൻ ആണ്, ദെൻ ക്ലോറിൻ, ദെൻ ബ്രോമിൻ, ദെൻ അയോഡിൻ. ദിസ് ഈസ് ദ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഓഫ് ദി ഹാലജൻസ് ടുവേർഡ്സ് ദ ഹൈഡ്രജൻ. So this is a very simple reaction. Next reaction with oxygen. Hydrogen react with oxygen, it will become water. It is an exothermic reaction, that is heat is eliminated in this reaction. ഹൈഡ്രജൻ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്ന റിയാക്ഷൻ എന്താണ്? ഹീറ്റ് എലിമിനേറ്റ് ചെയ്യുന്ന റിയാക്ഷൻ ആണ്. ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എൻ എക്സോതെർമിക് റിയാക്ഷൻ. സോ വി ആർ ഗോയിങ് ടു ഡിസ്കസിങ് സം ഇമ്പോർട്ടൻറ്റ് കെമിക്കൽ റിയാക്ഷൻസ് റിലേറ്റഡ് ടു ഹൈഡ്രജൻ. The next reaction, Haber process, that is reaction of hydrogen with nitrogen. That is the preparation of ammonia, that is known as Haber process. ഇവിടെ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് ആണ് ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയേൺ. അതേസമയം ഇവിടെയുള്ള പ്രൊമോട്ടർ, ആരെങ്കിലും സർഫസ് കെമിസ്ട്രിയിൽ പഠിക്കുന്നുണ്ട്, പ്രൊമോട്ടർ ആണ് ആര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിബ്ഡിനം. ഇവിടെ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് ആണ് ആര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് ആണ് ആര്? സ്പോഞ്ചി അയേൺ. വെറും അയേൺ അല്ല, നമ്മളിവിടെ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് ഏതാ മക്കളെ? സ്പോഞ്ചി അയേൺ ഈസ് യൂസ്ഡ് ആസ് എ കാറ്റലിസ്റ്റ്. അതിനുശേഷം നെക്സ്റ്റ് പറയുന്നത് റിയാക്ഷൻ വിത്ത് മെറ്റൽസ് ആണ്. ഇവിടെ നോക്ക്, ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്, ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏതൊക്കെ ഉണ്ടായിരിക്കും? ലിത്തുമോന്, സോഡുമോള്, പൊട്ടുമോന്, റൂബിമോള് എന്ന് പറയുന്ന ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം, റുബീഡിയം പോലെയുള്ള എലമെന്റുമായിട്ട് ഹൈഡ്രജൻ ഇങ്ങോട്ട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടായിരിക്കും. അവർ രണ്ട് പേരുടെയും വാലൻസി 1 ആണ്. സോ ഇറ്റ് വിൽ ഫോം MH എന്ന് പറയുന്ന കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു. എങ്ങനെ? ഇവിടെ നോക്ക്, ലിഥിയം ആണെങ്കിൽ ലിഥിയത്തിന്റെ വാലൻസി 1 ഹൈഡ്രജന്റെ വാലൻസി 1 ഇത് ഇങ്ങോട്ടും ഇത് ഇങ്ങോട്ടും ആണ്. അപ്പം നമുക്ക് LiH എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആണ് അവിടെ ഫോം ചെയ്യാൻ പറ്റുക.
In that same way, if it is a second group element, നമുക്ക് കിട്ടുന്ന second group എന്ന് പറഞ്ഞാൽ alkali earth elements അല്ലെങ്കിൽ alkali earth metals ആണെങ്കിൽ ഹൈഡ്രജൻ ഇവിടെയുള്ള മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഇവിടെ MH2 എന്ന് പറയുന്ന കോമ്പൗണ്ട് കിട്ടുന്നു. ഫോർ എക്സാമ്പിൾ, if you magnesium react with a hydrogen, magnesium valency is 2, then hydrogen valency is 1. We are just writing like this way, so it will form MgH2. ഞാൻ ഇത് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള കാരണം ചില സ്റ്റുഡൻസിന് ഇതിന് ചെറിയ ഡൗട്ട്സുകൾ ഉണ്ടായിരിക്കും. എന്തുകൊണ്ട് ഒരു സ്ഥലത്ത് MH ഒരു സ്ഥലത്ത് MH2, അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള റിയാക്ഷൻ വിത്ത് മെറ്റൽ അയോൺ. അപ്പോൾ നമുക്ക് ഹൈഡ്രജന് പലേഡിയം 2+ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പലേഡിയം ഇവിടെ 0 ആയിട്ട് മാറി, അതേസമയം 2H+ ആയിട്ട് മാറി. ദിസ് ഈസ് എ റിയാക്ഷൻ വിത്ത് മെറ്റൽ അയോണുമായിട്ടുള്ള റിയാക്ഷൻസ്. സോ ചില റിയാക്ഷൻസുകൾ മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതേസമയം തന്നെ നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ ഇഫ് എൻ ആൽക്കീൻ എന്ന് പറയുന്ന അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്തു ഇൻ ദി പ്രസൻസ് ഓഫ് നിക്കൽ, ഇവിടെ എന്ത് ചെയ്യുന്നു, ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. ഇറ്റ് ഈസ് ദ അഡീഷൻ റിയാക്ഷൻ. ഫസ്റ്റ് കാർബൺ ഒരു ഹൈഡ്രജനും സെക്കൻഡ് കാർബൺ ഒരു ഹൈഡ്രജനും വന്നു. ദിസ് ഈസ് ദ അഡീഷൻ റിയാക്ഷൻ ടു ഫോം എ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ. ഒരു സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ ഇവിടെ ഫോം ചെയ്യുന്നു. ദാറ്റ് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ഈസ് നോൺ ആസ് ഈഥൈന. ആ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ നമ്മൾ വിളിക്കുന്ന പേര് ഈഥീൻ എന്ന് പറയുന്നത് എന്തായിട്ട് മാറി, ഈഥൈൻ ആയിട്ട് മാറി. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് നിങ്ങൾ ഇവിടെ മനസ്സിലാക്കി നോക്കുക, ഇറ്റ് ഈസ് റാനി നിക്കൽ. അതിനുശേഷം നെക്സ്റ്റ് നമ്മൾ പറയുന്നത്, നെക്സ്റ്റ് ശ്രദ്ധിക്കാം, നമ്മൾ ഹൈഡ്രോഫൊമലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒലിഫിൻ റിയാക്ട് വിത്ത് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഡൈഹൈഡ്രജൻ. ഒലിഫിൻ മീൻസ് ദാറ്റ് ഈസ് ഡബിൾ ബോണ്ട് ഉള്ള ആൽക്കീൻസ് ആണ്. റിയാക്ട് വിത്ത് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ഇൻ ദി പ്രസൻസ് ഓഫ് ഒക്ടാ കാർബണൈൽ ഡൈകോബാൾട്ട് ആസ് എ കാറ്റലിസ്റ്റ് ടു ഫോം ആൽഡിഹൈഡ്. സോ നമ്മുടെ കയ്യിലുള്ള ആൽക്കീനിനെ ആൽഡിഹൈഡ് ആക്കാനുള്ള നമ്മളെ ഓർഗാനിക് കെമിസ്ട്രിയിലെ ഒരു കൺവേർഷൻ റിയാക്ഷൻ തന്നെയാണ്. That is the olefins that is reacting with the carbon monoxide and hydrogen, that is water gas, in the presence of, we can say, octacarbonyl dicobalt as a catalyst, it will form an aldehyde. അവർ എന്ത് ഫോം ചെയ്യുന്നു, ആൽഡിഹൈഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് റിയാക്ഷൻ. ഇതെന്താണ്, ഒരു ആൽഡിഹൈഡ് ഫോം ചെയ്യുന്ന റിയാക്ഷൻസ് ആണ്. ഞാനിങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു റിയാക്ഷൻ തരാനുള്ള കാരണം, ഇഫ് മേ ബി എ ക്വസ്റ്റ്യൻ കമ്മിങ് ഫോർ യുവർ ഓർഗാനിക് ചാപ്റ്റേഴ്സ്, this is also an important one. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക, നമ്മളിപ്പം ജസ്റ്റ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഹൈഡ്രജൻ ആണ് ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ കൂടെ തന്നെ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂസസ് ഓഫ് ഹൈഡ്രജൻ. എന്തൊക്കെയാണ് ഹൈഡ്രജൻ യൂസസ് ഓഫ് ഹൈഡ്രജൻ ഐ എം ഡിസ്കസിങ് ഹിയർ. യൂസസ് ഓഫ് ഹൈഡ്രജന് നമ്മൾ കൊടുക്കുന്ന കോഡ് ലോഹം എന്ന് പറയുന്ന കോഡ് വെച്ചിട്ട് നമുക്ക് യൂസസ് ഓഫ് ഹൈഡ്രജൻ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ലോഹം എന്ന് പറഞ്ഞാൽ എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ശ്രദ്ധിക്കാം. ദാറ്റ് ഈസ് ലിക്വിഡ് ഹൈഡ്രജൻ ഈസ് യൂസ്ഡ് ആസ് റോക്കറ്റ് ഫ്യൂൽ. ലിക്വിഡ് ഹൈഡ്രജൻ എന്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, റോക്കറ്റിലുള്ള ഫ്യൂൽ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സി ഹൈഡ്രജൻ ടോർച്ച് ഫോർ കട്ടിംഗ് ആൻഡ് ഷേവിങ് ആയിരിക്കും അല്ലേ. കട്ടിംഗ് ആൻഡ് ഷേവിംഗിൽ എപ്പോഴും നമ്മൾ പറയാം, അല്ല, കട്ടിംഗ് ആൻഡ് വെൽഡിങ്ങിന് ഓക്സി ഹൈഡ്രജൻ ടോർച്ച് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോജനേഷൻ ഓഫ് വെജിറ്റബിൾ ഓയിൽസ്. വെജിറ്റബിൾ ഓയിൽസ് എക്സാമ്പിൾ, വെജിറ്റബിൾ ഓയിൽസിൻ്റെ എക്സാമ്പിൾ ആണ് വനസ്പതി ഘീ എന്ന് നമുക്ക് പേര് വിളിക്കും. നമ്മുടെ മലപ്പുറം ജില്ലക്കാരാണെങ്കിൽ വനസ്പതി നെജ്ജ് എന്നൊക്കെ പറയും. സോ വനസ്പതി ഘീ എന്ന് പേര് വിളിക്കും, അല്ലെങ്കിൽ ഡാൽഡ എന്ന് പറയുന്ന പേര് വിളിക്കും, അല്ലെങ്കിൽ മാർജിനൈൻ എന്ന് പറയുന്ന വെജിറ്റബിൾസ് ഓയിൽസുകളൊക്കെ ഏതിന് എക്സാമ്പിൾ ആണ്, ദാറ്റ് ഈസ് ഹൈഡ്രോജനേഷൻ ഓഫ് വെജിറ്റബിൾ ഓയിൽസിന് എക്സാമ്പിൾ ആണ്. സോ ലോഹം എന്ന് പറഞ്ഞാൽ എൽ പറഞ്ഞു ലിക്വിഡ് ഹൈഡ്രജൻ ഈസ് യൂസ്ഡ് ആസ് എ റോക്കറ്റ് ഫ്യൂൽ. ഒ എന്ന് പറഞ്ഞു ഓക്സി ഹൈഡ്രജൻ ടോർച്ച് ഫോർ കട്ടിംഗ് ആൻഡ് വെൽഡിംഗ്. എച്ച് എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഹൈഡ്രോജനേഷൻ ഓഫ് വെജിറ്റബിൾ ഓയിൽ, ദാറ്റ് ഈസ് എക്സാമ്പിൾ വനസ്പതി ഗീ ഡാൽഡ. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിപ്പറേഷൻ ഓഫ് അമ്മോണിയക്കാണ് നമ്മൾ അടുത്ത എ പറഞ്ഞുള്ളത്. ദെൻ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിപ്പറേഷൻ ഓഫ് മെത്തനോളിന് വേണ്ടിയിട്ടും ഈ ഹൈഡ്രജൻ യൂസ് ചെയ്യുന്നുണ്ട്. These are the uses of hydrogen. I am just giving you a simple code to study the uses of hydrogen. That is loham. That is what is meant by loham. Liquid hydrogen is used as a rocket fuel.
O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ oxy hydrogen torch for cutting and welding. H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ hydrogenation of vegetable oil. Then A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ preparation of ammonia. And M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ preparation of methanol എന്ന് നമ്മൾ പറയുന്നു. അതിനുശേഷം നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നതാണ് ടൈപ്സ് ഓഫ് ഹൈഡ്രേറ്റ്. ഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ ബൈനറി കോമ്പൗണ്ട്സ് ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ ഏറ്റവും ചെറിയ കോമ്പൗണ്ടുകളെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്ന പേര് വിളിക്കുക? ഹൈഡ്രൈഡ്സ് എന്ന് പറയുന്ന പേര് വിളിക്കുക. ഹൈഡ്രൈഡ്സിനെ ബേസിക്കലി മൂന്നെണ്ണാക്കി തിരിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദി ത്രീ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹൈഡ്രേറ്റ്? അയോണിക് ഓർ സലൈൻ ഹൈഡ്രേറ്റ്, covalent or molecular hydrate, metallic or non-stoichiometric hydrate. These are the three classification of hydrates. ഏതൊക്കെ ഹൈഡ്രേറ്റ്സ്? അയോണിക് ഓർ സലൈൻ ഹൈഡ്രേറ്റ് ഓർ സാൾട്ട് ലൈക്ക് ഹൈഡ്രേറ്റ്, covalent or molecular hydrate, metallic or non-stoichiometric hydrate. ഇതാണ് ബേസിക്കലി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഹൈഡ്രേറ്റ്സുകൾ. അതിൽ അയോണിക് ഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അയോണിക് ഹൈഡ്രേറ്റിനെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റും. വാട്ട് ഈസ് അയോണിക് ഹൈഡ്രേറ്റ്? നിങ്ങളൊന്ന് മക്കളെ നിങ്ങൾ ലൈവ് ബോക്സിൽ പ്ലീസ് ടൈപ്പ് വാട്ട് ഈസ് മീൻ ബൈ അയോണിക് ഹൈഡ്രേറ്റ്. എസ് ബ്ലോക്കുമായിട്ടുണ്ടാകുന്ന ഹൈഡ്രേറ്റിനെയാണ് അയോണിക് ഹൈഡ്രേറ്റ് എന്ന് പറയുന്ന പേര് വിളിക്കാം. ഫോർ എക്സാമ്പിൾ, ലിത്തു ഹൈഡ്രൈഡ്, ലിഥിയം ഹൈഡ്രൈഡ്, സോഡു ഹൈഡ്രൈഡ്, NaH, or if it is BeH2, MgH2. ഇതൊക്കെ എസ് ബ്ലോക്ക് എലമെന്റ് ആണ്. എസ് ബ്ലോക്ക് എലമെന്റ് ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്ന ഹൈഡ്രൈഡിനെ ലിഥിയം ഹൈഡ്രൈഡ് ആവാം, അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രൈഡ് ആവാം, അല്ലെങ്കിൽ ബെർലിയം ഹൈഡ്രൈഡ് ആവാം, അല്ലെങ്കിൽ മെഗ്നീഷ്യം ഹൈഡ്രൈഡ് ആവാം. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പേര് വിളിക്കുക? അയോണിക് ഓർ സലൈൻ ഓർ സാൾട്ട് ലൈക്ക് ഹൈഡ്രേറ്റ് എന്ന് പറയുന്ന പേര് വിളിക്കാം. നെക്സ്റ്റ് പറയുന്നത് കോവാലന്റ് ഓർ മോളിക്യുലർ ഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദിസ് ഹൈഡ്രേറ്റ് ഈസ് ഫോംഡ് വിത്ത് പി ബ്ലോക്ക് എലമെന്റ്സ്. പി ബ്ലോക്ക് എലമെന്റ്സുമായിട്ടുണ്ടാകുന്ന ഹൈഡ്രേറ്റിനെ നമ്മൾ എന്തെന്ന് പേര് വിളിക്കുക? കോവാലന്റ് ഓർ മോളിക്യുലർ ഹൈഡ്രേറ്റ് എന്ന് പറയുന്ന പേര് വിളിക്കാം. പി ബ്ലോക്ക് എലമെന്റ് ആണ് കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ. ഇതൊക്കെ പി ബ്ലോക്ക് എലമെന്റ് ആണ്. ആ പി ബ്ലോക്ക് എലമെന്റുമായിട്ടുണ്ടാകുന്ന ഹൈഡ്രേറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പേര് വിളിക്കുക? കോവാലന്റ് ഓർ മോളിക്യുലർ ഹൈഡ്രേറ്റ് എന്ന് പറയുന്ന പേര് വിളിക്കാം. ആ covalent or molecular hydrate ne, see here, covalent or molecular hydrate is further classified into three: electron deficient, electron precise, electron rich. And this is a very 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 important topics. നമുക്ക് നമ്മുടെ പബ്ലിക് എക്സാമിന് ഈ ഒരു ഭാഗം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. പബ്ലിക് എക്സാം മീൻസ് ദ പബ്ലിക് നീറ്റ് എക്സാം. This is a very important thing. Electron deficient, electron precise, electron rich എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യത്തിന് ഇലക്ട്രോൺ ഇല്ല. ഒരു എക്സാമ്പിൾ നിങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ദി എക്സാമ്പിൾ ഈസ് ഡൈബൊറൈൻ B2H6. B2H6 എന്ന് പറയുന്ന ഡൈബൊറൈൻ ആണ് ഇലക്ട്രോൺ ഡെഫിഷ്യന്റിനെ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുക. ഇലക്ട്രോൺ പ്രിസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറവുമില്ല കൂടുതലുമില്ല. സാധാരണ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഒക്കെ 13th ഗ്രൂപ്പുകളാണ് സാധാരണ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഫോം ചെയ്യാം. ഇലക്ട്രോൺ പ്രിസൈസ് ആണെങ്കിൽ അത് സാധാരണയായിട്ട് ഫോം ചെയ്യുന്നത്, സാധാരണ എക്സാമ്പിൾ എനിക്ക് പറയുകയാണെങ്കിൽ മീഥെയ്ൻ ആണ്. നിങ്ങൾ മൊയ്തീനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഇവിടെ കാർബണിന്റെ അറ്റോമിക് നമ്പർ 6, we can write here 2,4. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ഉണ്ട്. സോ 4 ഇലക്ട്രോൺസുകളൊക്കെ നമുക്ക് കാർബണിന്റെ 1, 2, 3, 4 ഈ 4 ഇലക്ട്രോൺസിനും ഓരോ ഹൈഡ്രജന് കിട്ടി. ഇലക്ട്രോൺസിന്റെ എണ്ണം കുറവുമില്ല കൂടുതലുമില്ല. അങ്ങനെ ഇലക്ട്രോൺസിന്റെ എണ്ണം കുറവില്ല കൂടുതലില്ല എന്നുണ്ടെങ്കിൽ അവരൊക്കെ എന്തായിരിക്കും? ഇലക്ട്രോൺ പ്രിസൈസ് ആയിരിക്കും. ഇലക്ട്രോൺ പ്രിസൈസ് ഈസ് ജനറലി ഫോംഡ് ബൈ ദി ഗ്രൂപ്പ് 14th ഗ്രൂപ്പ്. 14th ഗ്രൂപ്പുകളാണ് ഇലക്ട്രോൺ പ്രിസൈസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാം. ഇലക്ട്രോൺ റിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യത്തെക്കാൾ കൂടുതൽ ഇലക്ട്രോൺസ് ഉണ്ട്. ഇഫ് ഇറ്റ് ഈസ് ഇലക്ട്രോൺ ഈസ് എക്സസ്, ഇലക്ട്രോൺ എക്സസ് ഉണ്ട്, ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ പ്രസന്റ് ഉണ്ട്. ആവശ്യത്തെക്കാൾ കൂടുതൽ ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഡൊണേറ്റ് ചെയ്യും. അപ്പോൾ അത് ലൂയിസ് ആസിഡ് ആയിരിക്കും, ലൂയിസ് ബേസ് ആയിരിക്കും? That's my question. If it is a Lewis acid or a Lewis base. Electron pair donators. Electron pair donators. ഏതായിരിക്കും? Electron pair donators. Is that a Lewis acid or a Lewis base? That's my question. പെട്ടെന്ന് ഗ്രൂപ്പ് നമ്മൾ വേഗം പോടുങ്കെ. ലൂയിസ് ആസിഡ് ഓർ ലൂയിസ് ബേസ് ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. മേക്ക് ഇറ്റ് ഫാസ്റ്റ്. Lewis bases, exactly, very good. Nahla, Latif, Arunima, very good. That is a Lewis base. Electron pair na avarendu cheyyunnundu, donate cheyyunnundu.
അപ്പോൾ ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യുന്ന ആളുകളായിരിക്കും ഇവിടെ ഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് 17, ഗ്രൂപ്പ് 15, 16, 17 ആയിരിക്കും ഏത് സാധാരണയായിട്ട് ഇലക്ട്രോൺ റിച്ച് ആയിട്ട് അവിടെ എന്ത് ചെയ്യുക, എക്സിസ്റ്റ് ചെയ്യുക. ഇലക്ട്രോൺ റിച്ചിന് എക്സാമ്പിൾ ആയിട്ട് അവിടെ നോക്കുക അമോണിയ എഴുതി അല്ലെങ്കിൽ HF എഴുതി. ഇവരൊക്കെ എന്താണ്, ഇലക്ട്രോൺ റിച്ച് ആണ്. ആവശ്യത്തേക്കാൾ കൂടുതൽ ഇലക്ട്രോൺസ് സെൻട്രൽ ആറ്റത്തിലുണ്ടെങ്കിൽ അതെന്തായിരിക്കും, ഇലക്ട്രോൺ റിച്ച് എന്ന് നമുക്ക് പേര് വിളിക്കാൻ പറ്റും. ഇതാണ് 3 ക്ലാസിഫിക്കേഷൻ കോവാലന്റ് ഹൈഡ്രേറ്റിലെ. അത് കഴിഞ്ഞ് മെറ്റാലിക് ഹൈഡ്രേറ്റ് നമ്മൾ നെക്സ്റ്റ് പറയുന്നത് മെറ്റാലിക് ഓർ നോൺ സ്റ്റോയിച്ചിയോമെട്രിക് ഹൈഡ്രേറ്റ് ആണ്. മെറ്റാലിക് ഓർ നോൺ സ്റ്റോയിച്ചിയോമെട്രിക് ഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് എ ഹൈഡ്രേറ്റ് ഈസ് ഫോംഡ് വിത്ത് D and F ബ്ലോക്ക് എലമെന്റ്സ്. അതിൽ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ഉണ്ട്. ഗ്രൂപ്പ് 6, 7, 8, 9 does not form this type of hydrate. ഗ്രൂപ്പ് 6, 7, 8, 9 ഈ ടൈപ്പ് ഹൈഡ്രേറ്റ് ഉണ്ടാക്കില്ല. ഗ്രൂപ്പ് 6 ഉണ്ടാക്കും. ഗ്രൂപ്പ് 6ൽ എക്സെപ്റ്റ് ക്രോമിയം. ഇതിനെ ഈ ഒരു 7, 8, 9 നമ്മൾ വിളിക്കുന്ന പേരുണ്ട്. പേരിനെ വിളിക്കുന്ന പേര് ഇവിടെ ശ്രദ്ധിക്കുക. ദാറ്റ് നെയിം ഈസ് നോൺ ആസ് എ ഹൈഡ്രേറ്റ് ഗ്യാപ്പ്. അതെന്ന് വെച്ചാൽ ആ ഭാഗത്ത് ഹൈഡ്രേറ്റ് ഫോം ചെയ്യില്ല. സോ അവിടെ അതിന് വിളിക്കുന്ന പേരാണ് ഹൈഡ്രേറ്റ് ഗ്യാപ്പ് എന്ന് പറയുന്ന പേര് വിളിക്കാം. ഓക്കെ, സോ 7, 8, 9 വിളിക്കുന്ന പേരാണ് ഹൈഡ്രേറ്റ് ഗ്യാപ്പ്. ഗ്രൂപ്പ് 6, 7, 8, 9 ഈ ടൈപ്പ് ഹൈഡ്രേറ്റ് ഉണ്ടാക്കില്ല. ഗ്രൂപ്പ് 6ലാണ് എക്സെപ്റ്റ് ക്രോമിയം നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ ആക്ച്വലി എക്സാമ്പിൾസുകൾ കീപ് ഗോയിങ് ത്രൂ ദിസ് എക്സാമ്പിൾ. ദർ ഈസ് എ നമുക്ക് അവിടെ ഡെസിമൽ പോയിന്റ് വരുന്നുണ്ട്. അത് കാരണം ദർ ഈസ് എ ഡെഫിഷ്യൻസി ഓഫ് ഹൈഡ്രജൻ ഉണ്ട് എന്നതുകൊണ്ടാണ്. നെക്സ്റ്റ് നമ്മൾ മെറ്റാലിക് ഓർ നോൺ സ്റ്റോയിച്ചിയോമെട്രിക് ഹൈഡ്രേറ്റ്സിനെ കുറിച്ച് നമ്മളിവിടെ വ്യക്തമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ് ഒരു ഹാർഡ് വാട്ടർ, എന്താണ് ഒരു സോഫ്റ്റ് വാട്ടർ എന്നതിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. മക്കളെ, നമ്മളെല്ലാവരും കൂടി ഒരു ടൂർ പോയി, വി ആർ ഗോയിങ് എ ടൂർ. എവിടേക്കാണ് ടൂർ പോകണ്ടേ? ഏതെങ്കിലും ഒരു, ഫോർ എക്സാമ്പിൾ വി ആർ ഗോയിങ് ടു ടൂർ ഫോർ എ വണ്ടർല. നമ്മൾ കൊറോണ ഒക്കെ മാറി നമ്മളൊക്കെ ടൂർ പോയി എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമ്മളെല്ലാവരും എന്ത് ചെയ്യാൻ പോവുകയാണ്, നമ്മളെ വണ്ടർലയിൽ നമ്മൾ കുളിക്കാൻ ഇറങ്ങുകയാണ്. കുളിക്കാൻ ഇറങ്ങുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഫോർ എക്സാമ്പിൾ എനിക്ക് വിവരമില്ലാത്ത ആളാണ്, ഞാൻ സോപ്പ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, കുളിക്കാൻ ഇറങ്ങുന്നത്. വണ്ടർലയിൽ സോപ്പ് ഉപയോഗിക്കാൻ പാടില്ലല്ലോ അല്ലേ, സോ സ്വിമ്മിംഗ് പൂൾ അല്ലേ. സോ ഞാൻ അതിലോട്ട് എന്ത് ചെയ്തു, ഞാൻ എൻ്റെ സോപ്പൊക്കെ എടുത്ത് ഞാൻ എന്ത് ചെയ്തു, ഇറങ്ങി. എൻ്റെ സോപ്പ് അവിടെ പതയുന്നില്ല. സോ എൻ്റെ സോപ്പ് അവിടെ എന്തായിരുന്നു, ഹാർഡ് സോപ്പായിരുന്നു. ഹാർഡ് സോപ്പായിട്ടാണോ കാരണം? അല്ല, എൻ്റെ സോപ്പ് പതയാത്ത കാരണം അവിടെയുള്ള വെള്ളം എന്തായിരുന്നു, ഹാർഡ് വാട്ടർ ആയിരുന്നു. അതേസമയം ചില ആൾക്കാരുടെ ചില പൂളിൽ പോയ സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സോപ്പ് ഈസ് ഫോമിങ് ലേദർ. ചില ഭാഗത്ത് സോപ്പ് ലേദർ ഫോം ചെയ്യുന്നുണ്ട്. സോ വി ക്യാൻ സേ ദേ ആർ സോഫ്റ്റ്. അവരെന്തായിരിക്കും, സോഫ്റ്റ് വാട്ടർ ആയിരിക്കും. അപ്പോൾ കാൽഷ്യത്തിൻ്റെയോ മെഗ്നീഷ്യത്തിൻ്റെയോ സ്റ്റിറേറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പേര് വിളിക്കുക, സോപ്പ് എന്ന് പറയുന്ന പേര് വിളിക്കുക. സോ നമ്മൾ ആ പറയുന്ന സോപ്പ് ഇവിടെ ശ്രദ്ധിക്കുക. എൻ്റെ കയ്യിലുള്ള സോപ്പ് നോക്കുക, ഇതിനാണ് സോഡിയം സ്റ്റിറേറ്റ് എന്ന് പറയുന്ന പേര് വിളിക്കുക. അത് M2+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Ca2+ ആവാം, അല്ലെങ്കിൽ Mg2+ ആവാം. അവരുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഈസ് ഹാപ്പനിങ് ദർ, അതിലുള്ള 2 എണ്ണ അവിടെ നിന്ന് ഇട്ടേച്ചു പോയി. 2 എണ്ണ വിലപിച്ചു പോയി. മാത്രമല്ല ഇവിടെയുള്ള M മോൻ ഇതിനുള്ളിലോട്ട് കയറിപ്പോയി. അതിനുള്ളിലോട്ട് കയറിപ്പോയി കഴിഞ്ഞാൽ ഈ ഒരു സാധനം അവിടെ എന്ത് ചെയ്തു, പ്രസിപ്പിറ്റേറ്റ് ചെയ്തു. എന്ന് പറഞ്ഞാൽ സോപ്പ് പതയുന്നില്ല, സോപ്പ് പൊടിയാണ്. അതിനാണ് പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്ന പേര് വിളിക്കുക. ദിസ് ഈസ് എ റിയാക്ഷൻ ഓഫ് സോപ്പ് വിത്ത് ഹാർഡ് വാട്ടർ. ഈ റിയാക്ഷൻ ഒന്ന് മൈൻഡിൽ വെക്കുക. ഇവിടെ യൂസ് ചെയ്യുന്ന M2+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽഷ്യമോ അല്ലെങ്കിൽ എന്തായിരിക്കാം, മെഗ്നീഷ്യമോ ആയിരിക്കാം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഹാർഡ് വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്, ഡെപ്പോസിഷൻ ഉണ്ടാക്കുന്നുണ്ട് പലയിടത്തും. സോ ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ യുവർ പെർഫെക്റ്റ് ട്രാൻസ്ഫർ ഓഫ് വാട്ടർ ഓർ എനിത്തിങ്. അപ്പോൾ ഈ ഹാർഡ്നെസ് ഓഫ് വാട്ടറിൽ 2 ടൈപ്പ് ഹാർഡ്നെസ് ഉണ്ട്. ദർ ഈസ് ടെമ്പററി ഹാർഡ്നെസ് ഉണ്ട്, പെർമനന്റ് ഹാർഡ്നെസ് ഉണ്ട്. ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് മീൻ ബൈ ടെമ്പററി ഹാർഡ്നെസ്? ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ്, ഐ എം ഗോയിങ് ടു ഡിസ്കസിങ് വാട്ട് ഈസ് ടെമ്പററി ഹാർഡ്നെസ്. കാൽഷ്യത്തിൻ്റെയോ മെഗ്നീഷ്യത്തിൻ്റെയോ ബൈകാർബണേറ്റ് ആണെങ്കിൽ, HCO3 ആണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് എ ടെമ്പററി ഹാർഡ്നെസ്. കാൽഷ്യത്തിൻ്റെയോ മെഗ്നീഷ്യത്തിൻ്റെയോ സൾഫേറ്റോ ക്ലോറൈഡോ ആണെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് എ പെർമനന്റ് ഹാർഡ്നെസ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പേര് വിളിക്കുക, പെർമനന്റ് ഹാർഡ്നെസ് എന്ന് പറയുന്ന പേര് വിളിക്കാം. ടെമ്പററി ഹാർഡ്നെസ് എങ്ങനെയാണ് എനിക്ക് റിമൂവ് ചെയ്യാൻ പറ്റുക? ഹൗ ടു റിമൂവ് ദിസ് ടെമ്പററി ഹാർഡ്നെസ്? ടെമ്പററി ഹാർഡ്നെസ് എനിക്ക് എങ്ങനെയൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റും? ദ ഫസ്റ്റ് മെത്തേഡ് ടു റിമൂവ് ദി ടെമ്പററി ഹാർഡ്നെസ്, ആ മെത്തേഡ് അറിഞ്ഞിരിക്കുക. അത് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം നിർബന്ധമില്ല. ബോയിലിംഗ്. ഒന്നാമത്തെ മെത്തേഡ് ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യാനുള്ള ദ ഫസ്റ്റ് മെത്തേഡ് ആണ് നമ്മൾ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ടാമത്തെ മെത്തേഡാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് ക്ലാർക്സ് മെത്തേഡ് എന്ന് പറയുന്ന പേര് വിളിക്കുക.
ക്ലാർക്സ് മെത്തേഡ്. ഈ ക്ലാർക്സ് മെത്തേഡിൽ നമ്മളൊരു സാധനമാണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ ആഡ് ചെയ്യുന്നത് സ്ലൈക്ക്ഡ് ലൈമാണ്, CaOH ട്വൈസ്. ഈ CaOH ട്വൈസ് എന്ന് പറയുന്ന സ്ലൈക്ക്ഡ് ലൈം നമ്മൾ വെള്ളത്തിലോട്ട് ആഡ് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ ഹാർഡ്നെസ് എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾ ടെമ്പററി ഹാർഡ്നെസ് എന്ത് ചെയ്യാൻ പറ്റുക? റിമൂവ് ചെയ്യാൻ പറ്റുക. ബൈ ബോയിലിംഗ് ഉണ്ട്. ദെൻ ക്ലാർക്സ് മെത്തേഡ്. ക്ലാർക്സ് മെത്തേഡിൽ സ്ലൈക്ക്ഡ് ലൈം നമ്മൾ ആഡ് ചെയ്യുന്നു. പെർമനന്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാനുള്ള മെത്തേഡ് ഒന്ന് ട്രീറ്റ്മെന്റ് വിത്ത് വാഷിംഗ് സോഡ. വാഷിംഗ് പൗഡർ നിർമ്മ എന്നൊക്കെ കേട്ടിട്ടുണ്ട് നിങ്ങൾ. വാഷിംഗ് പൗഡർ അല്ല കേട്ടോ, വാഷിംഗ് സോഡ. വാഷിംഗ് സോഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? വാഷിംഗ് സോഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Na2CO3 10H2O, അതിനെയാണ് വാഷിംഗ് സോഡ എന്ന് പറഞ്ഞ പേര് വിളിക്കാം. ഈ വാഷിംഗ് സോഡ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹാർഡ്നെസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിമൂവ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വാഷിംഗ് സോഡ കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ മെത്തേഡ്, ഐ എം ഡിസ്കസിങ് അബൌട്ട് ദി സെക്കൻഡ് മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് കാൾഗൺസ് മെത്തേഡാണ്. കാൾഗൺസ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽഷ്യം ഗോൺ, അതാണ് കാൾഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാൾഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽഷ്യം ഗോൺ, കാൽഷ്യം പോയി ഇതിനെയാണ് കാൽഗൺ എന്ന് പറയുന്ന പേര് വിളിക്കുക. കാൾഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം ഹെക്സാമെറ്റാഫോസ്ഫേറ്റ്, അതിനെയാണ് കാൾഗൺ എന്ന് പറയുന്ന പേര് വിളിക്കുക. ദാറ്റ് ഈസ് Na6P6O18. ദിസ് ഈസ് സോഡിയം ഹെക്സാമെറ്റാഫോസ്ഫേറ്റ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പേര് വിളിക്കുക? കാൾഗൺ എന്ന് പറയുന്ന പേര് വിളിക്കുക. ഇതാണ് കാൾഗൺസ് മെത്തേഡിൽ യൂസ് ചെയ്യുന്നത്. മൂന്നാമത്തെ ഒരു മെത്തേഡാണ്, ദാറ്റ് ഈസ് സിയോലൈറ്റ് മെത്തേഡ്. ദ സിയോലൈറ്റ് മെത്തേഡ് ഈസ് നോൺ ആസ് പെർമ്യൂട്ടേറ്റ് മെത്തേഡ്. ഓക്കെ, സോ നമുക്ക് അവിടെ നെക്സ്റ്റ് സിയോലൈറ്റ് മെത്തേഡിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പെർമ്യൂട്ടേറ്റ് മെത്തേഡ്. പെർമ്യൂട്ടേറ്റ് മെത്തേഡ് അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ പേര് വിളിക്കും സിയോലൈറ്റ് ഓർ പെർമ്യൂട്ടേറ്റ് മെത്തേഡ് എന്ന് പറയുന്ന പേര് വിളിക്കുന്നു. അതിൽ സോഡിയം അലുമിനോ സിലിക്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NaAlSiO4 എന്ന് പറയുന്ന സാധനമാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. സിയോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NaAlSiO4 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ AlSiO4 നമ്മൾ Z വെച്ച് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് NaZ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. വാഷിംഗ് സോഡയിൽ Na2CO3.10H2 നമ്മൾ യൂസ് ചെയ്യുന്നു. കാൾഗൺസ് മെത്തേഡിൽ സോഡിയം ഹെക്സാമെറ്റാഫോസ്ഫേറ്റ് യൂസ് ചെയ്യുന്നു. സിയോലൈറ്റ് ഓർ പെർമ്യൂട്ടേറ്റ് മെത്തേഡിൽ സോഡിയം അലുമിനോ സിലിക്കേറ്റ് എന്ന് പറയുന്ന NaAlSiO4നെ NaZ എന്ന് പറയുന്ന കോമ്പൗണ്ട് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? യൂസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് മെത്തേഡാണ് സിന്തറ്റിക് റെസിൻ മെത്തേഡ്. ഈ 4 മെത്തേഡ്, സിന്തറ്റിക് റെസിൻ മെത്തേഡ്, ഈ 4 മെത്തേഡ് വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഈ പെർമനന്റ് ഹാർഡ്നെസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? റിമൂവ് ചെയ്യാൻ പറ്റാം. ദാറ്റ് ഈസ് ട്രീറ്റ്മെന്റ് വിത്ത് വാഷിംഗ് സോഡ, കാൾഗൺസ് മെത്തേഡ്, സിയോലൈറ്റ് മെത്തേഡ് ആൻഡ് സിന്തറ്റിക് റെസിൻ മെത്തേഡ്. അതിനുശേഷം നെക്സ്റ്റ് ഫോർ എ ഹയർ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസിന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഡിഗ്രി ഓഫ് ഹാർഡ്നെസിന്റെ ഇക്വേഷൻ തരുന്നു. ഡിഗ്രി ഓഫ് ഹാർഡ്നെസിന്റെ ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ: വെയിറ്റ് ഓഫ് സബ്സ്റ്റൻസ് ഇൻ ഗ്രാം ഇൻറ്റു 10⁸ ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലർ വെയിറ്റ് ഓഫ് ദി സബ്സ്റ്റൻസ് ഇൻറ്റു വെയിറ്റ് ഓഫ് വാട്ടർ സാമ്പിൾ ഇൻ ഗ്രാംസ്. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ വെക്കുക. അധികമായിട്ടും ജെയ്ക്കാണ് നിങ്ങൾക്ക് ഇത് ബേസിക്കലി ആവശ്യമുള്ളത്. ഒരു നീറ്റ് ലെവലിന് ഈ ഒരു ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. Maybe there is a chance. If there is a chance, you have to attend. That's all. Okay. So ഇവിടെ ശ്രദ്ധിക്കാം. ഇവിടെയുള്ള ഡിഗ്രി ഓഫ് ഹാർഡ്നെസിന്റെ ഇക്വേഷൻ അതാണുള്ളത്. വെയിറ്റ് ഓഫ് സബ്സ്റ്റൻസ്, നിങ്ങൾക്ക് തന്നിട്ടുള്ള സബ്സ്റ്റൻസ് ഇൻ ഗ്രാം ഇൻറ്റു 10⁸ ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലർ വെയിറ്റ്, ദാറ്റ് ഈസ് എ മോളിക്കുലർ വെയിറ്റ് ഓഫ് ദി സബ്സ്റ്റൻസ് ഇൻറ്റു വെയിറ്റ് ഓഫ് വാട്ടർ സാമ്പിൾ ഇൻ ഗ്രാംസ്. That is, the degree of hardness is inversely proportional to gram molecular weight of the substance എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. 100 kilogram of a sample of water contains 6 gram of MgSO4. The degree of hardness നമ്മൾ ഇക്വേഷൻ എഴുതി. That is weight of substance in gram multiplied by 10⁸ into gram molecular weight of substance into weight of water sample in grams. Weight നമുക്ക് തന്നിട്ടുള്ള 6 തന്നിട്ടുണ്ട്. 6 into 10⁸ divided by MgSO4 ന്റെ mass, that is molecular mass 120 into then water sample 100 kg തന്നിട്ടുണ്ട്. that is 100 in grams എന്നാ പറഞ്ഞത്. അപ്പോൾ 100 into 10⁻³ ചെയ്തു. സോ 100 into 10⁻³ നമ്മൾ ചെയ്ത സമയത്ത് നമുക്ക് എത്ര ppm ആണ്, പാർട്സ് പെർ മില്യണിലാണ് നമുക്ക് ഡിഗ്രി ഓഫ് ഹാർഡ്നെസ് കിട്ടുക. സോ ഇത്ര ppm ആണ് നമുക്ക് കിട്ടിയ ആൻസർ എന്ന് നമുക്ക് കിട്ടുന്നു. So this is a method to do this type of a problem to find the degree of hardness. So in equation on the mind vekka, if there is a type of a question, you have to get it. Okay.
നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്ന ഒരു ഭാഗത്തിലോട്ട് പോകുന്നു. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ പ്രിപ്പറേഷൻസ്, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ പ്രിപ്പറേഷൻ എൻ്റെ കയ്യിൽ BaO2 എന്ന് പറയുന്ന സാധനം. BaO2 നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രൂ പെറോക്സൈഡ്. ഈ ട്രൂ പെറോക്സൈഡ്, ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ട്രൂ പെറോക്സൈഡ് H2SO4 എന്ന് പറയുന്ന സൾഫ്യൂരിക് ആസിഡുമായിട്ട് എന്ത് ചെയ്യാണ് മക്കളെ, റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെയുള്ള ഇവിടെയുള്ള SO4ഉമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ BaSO4 ആയിട്ട് മാറുന്നു. यहाँ से you can see here there is a H2 balance है, यहाँ से एक O2 balance है, so H2O2 यहाँ से forming है. Plus ഇവിടെ എന്ത് ഫോം ചെയ്തു, 8H2O ഫോം ചെയ്തു. ദിസ് ഈസ് ദ പ്രിപ്പറേഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഫ്രം ബേരിയം പെറോക്സൈഡ്. ഇറ്റ് ഈസ് നോൺ ആസ് എ ട്രൂ പെറോക്സൈഡ്. അതിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് ട്രൂ പെറോക്സൈഡ് എന്ന് പറയുന്ന പേര് വിളിക്കാം. അതിനുശേഷം രണ്ടാമത് പറഞ്ഞത് ബൈ ഇലക്ട്രോളിസിസ് ഓഫ് 50% H2SO4. H2SO4നെ ഇലക്ട്രോളിസിസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, H2SO4നെ ഇലക്ട്രോളിസിസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെറോക്സോ ഡൈ സൾഫ്യൂരിക് ആസിഡ് കിട്ടുന്നു. ഈ പെറോക്സോ ഡൈ സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്ന H2S2O8, ദാറ്റ് ഈസ് പെറോക്സോ ഡൈസൾഫ്യൂരിക് ആസിഡ്, അവിടെയുള്ള വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ പ്രൊഡക്റ്റ് ആയിട്ട് എന്ത് കിട്ടുന്നുണ്ട്, H2O2 കിട്ടുന്നു. ദിസ് ഈസ് അനദർ പ്രിപ്പറേഷൻ ഓഫ് H2O2. H2O2വിൻ്റെ മറ്റൊരു പ്രിപ്പറേഷനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പറഞ്ഞത് ഇലക്ട്രോളിസിസ് ഓഫ് H2SO4ന്റെ ഫിഗർ ആണ് തന്നിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ K2S2O8 എന്ന് പറയുന്ന പൊട്ടാഷ്യത്തിന്റെ കോമ്പൗണ്ട് ഉണ്ട്. അത് D2O എന്ന് പറയുന്ന ഹെവി വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെയുള്ള K2SO4 എന്ന് പറയുന്ന KHSO4 എന്ന് പറയുന്നതിന് പകരം ഇവിടെ KDSO4 ആയിട്ട് മാറുന്നു. ബാക്കി D2O2 എന്ന് പറയുന്ന ഹെവി പെറോക്സൈഡ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ എന്ത് ഫോം ചെയ്യുന്നുണ്ട്, ഹെവി പെറോക്സൈഡ് എന്ന് പറയുന്ന D2O2 ഹെവി പെറോക്സൈഡ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഫോം ചെയ്യുന്നുണ്ട്. സോ യു ഹാവ് ടു ഗെറ്റ് ദി ഐഡിയ അബൌട്ട് ദിസ് വൺ. അപ്പോൾ ഇവിടെ D2O2 എന്ന് പറയുന്ന ഹെവി പെറോക്സൈഡ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. ഓക്കെ, കീപ് ദാറ്റ് കൺസെപ്റ്റ്. അതിൻ്റെ കൂടെ മറ്റൊരു NCERT പറഞ്ഞിട്ടുള്ള മറ്റൊരു ഇക്വേഷനും കൂടി ഞാൻ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ശ്രദ്ധിക്കുക, എൻ്റെ കയ്യിൽ 2-ethyl ആന്ത്രാക്വിനോൾ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. 2-ethyl ആന്ത്രാക്വിനോൾ. സോ 2-ethyl ആന്ത്രാക്വിനോൾ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഓക്സിഡേഷൻ സംഭവിച്ചു ഇൻ ദി പ്രസൻസ് ഓഫ് ഓക്സിജൻ ആൻഡ് പലേഡിയം. അപ്പോൾ എനിക്ക് കിട്ടുന്നത് H2O2 കിട്ടുന്നു, പ്ലസ് എന്തും കൂടി കിട്ടുന്നു, അതർ ഓക്സിഡൈസ്ഡ് പ്രൊഡക്ട്സും കൂടിയും ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്, അതർ ഓക്സിഡൈസ്ഡ് പ്രൊഡക്ട്സ്. ഓക്കെ, സോ എൻ്റെ കയ്യിലുള്ള 2-ethyl ആന്ത്രാക്വിനോളോ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു ഇൻ ദി പ്രസൻസ് ഓഫ് പലേഡിയം. അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു, H2O2 കിട്ടുന്നു, പ്ലസ് ഫർദർ ഓക്സിഡൈസർ ആയിട്ടുള്ള പ്രൊഡക്ട്സും കൂടിയും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഫോം ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് അനദർ പ്രിപ്പറേഷൻ ഓഫ് H2O2. പ്ലീസ് കീപ് ദിസ് ഓൾ ദി കൺസെപ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ, ബൈ ഓട്ടോ ഓക്സിഡേഷൻ ഓഫ് 2-ethyl ആന്ത്രാക്വിനോൾ. എൻ്റെ കയ്യിലുള്ള 2-ethyl ആന്ത്രാക്വിനോളിന് ഓക്സിഡേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ക്വിനോൺ കിട്ടുന്നു, പ്ലസ് എന്നുകൂടിയും കിട്ടുന്നു, H2O2 കൂടിയും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് ഇവിടെ ശ്രദ്ധിക്കാം. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇവിടെയുള്ള ഇതിൻ്റെ സ്ട്രെങ്ത് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് ദി ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ സ്ട്രെങ്ത് എങ്ങനെ വരുന്നുണ്ട്, അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ദാറ്റ്സ് വി ആർ ഗോയിങ് ടു ഡിസ്കസിങ് നെക്സ്റ്റ്. അതാണ് നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാനുള്ളത്, ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങളോട് ആദ്യം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, വാട്ട് ഈസ് ദ കളർ ഓഫ് H2O2? H2O2വിൻ്റെ കളർ എന്താണ്? മൈ ഡിയർ സ്റ്റുഡൻസ്, പ്ലീസ് സേ വാട്ട് ഈസ് ദ കളർ ഓഫ് H2O2? H2O2വിൻ്റെ കളർ എന്താ മക്കളെ? വാട്ട് ഈസ് ദ കളർ ഓഫ് H2O2? H2O2വിൻ്റെ കളർ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പറഞ്ഞു തരാം. പെയിൽ ബ്ലൂ ആണ് ഇസ് ദ കളർ. ഇറ്റ് ഇസ് ദ കളർ ഇസ് ദ പെയിൽ ബ്ലൂ ഇൻ കളർ. പെയിൽ ബ്ലൂ ആയിട്ടുള്ള H2O2 ഇറ്റ് ഈസ് എ പവർഫുൾ ഓക്സിഡൈസിങ് ആൻഡ് പുവർ റെഡ്യൂസിങ് ഏജന്റ്. ഇത് കൺസെപ്റ്റുകളൊക്കെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇറ്റ് ഈസ് എ പവർഫുൾ ഓക്സിഡൈസിങ് ഏജന്റ്. പവർഫുൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, പവർഫുൾ ഓക്സിഡൈസിങ് agent and poor reducing agent. It is a powerful oxidizing agent and a poor reducing agent കൂടിയാണ് ആര്, H2O2. ഈ H2O2വിൻ്റെ റിയാക്ടിവിറ്റി ഭയങ്കര പ്രശ്നമാണ്. പെട്ടെന്ന് റിയാക്ട് ചെയ്താളും. ഇപ്പം നമ്മുടെ ലബോറട്ടറിയിലൊക്കെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ H2O2 ഞങ്ങൾ ഒരു ബോട്ടിൽ വെക്കുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇതേപോലുള്ള സ്റ്റീൽ വെസൽസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, H2O2വിനെ കീപ്പ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വാക്സിലൈൻഡ് ഗ്ലാസിൻ്റെ ഉള്ളിലാണ് കീപ്പ് ചെയ്യാൻ പറ്റുക. അതർവൈസ് H2O2 പെട്ടെന്ന് ഡാർക്ക്, എപ്പോഴും ഡാർക്കിലാണ് വെക്കുക, ഇരുട്ടുള്ള റൂമിലാണ് നമ്മൾ വെക്കുക.
ഒരു നമ്മൾ നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഇരുട്ടുള്ള റൂമിലാണ് എപ്പോഴും ഈ കെമിക്കൽസ് ഒക്കെ കീപ്പ് ചെയ്യുക. ബിക്കോസ് വെൻ ദർ ഈസ് എ ഫ്ലോ ഓഫ് സൺലൈറ്റ് വന്ന് തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഡീകമ്പോസിഷൻ റിയാക്ഷൻ സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും മനസ്സിലാക്കി വെക്കുക, H2O2 ഈസ് ആൾവേസ് സ്റ്റോർഡ് ഇൻ എ വാക്സ്-ലൈൻഡ് ബോട്ടിൽ. നെക്സ്റ്റ്, ഇതിൻ്റെ സ്ട്രെങ്ത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. നമ്മൾ സാധാരണ 10 വോളിയം ഉള്ളതിൽ നമുക്ക് എത്ര ഉണ്ടായിരിക്കും? 3% എന്നുണ്ടായിരിക്കും H2O2 ഉണ്ടായിരിക്കും. അപ്പോൾ 20 വോളിയം ഉണ്ടെങ്കിൽ എത്ര ഉണ്ടായിരിക്കും? 6% ആയിരിക്കും ഉണ്ടായിരിക്കുക. അതേസമയം 30 വോളിയം ഉണ്ടെങ്കിൽ നമ്മൾ എന്തുണ്ടായിരിക്കും? 9% ആയിരിക്കും ഉണ്ടായിരിക്കുക. 30% H2O2 വിളിക്കുന്ന ഒരു പേരും കൂടി ഞാൻ അവിടെ പറയുന്നു. 30% H2O2 വിളിക്കുന്ന പേരാണ് പെർഹൈഡ്രോൾ എന്ന് പറയുന്ന പേര് വിളിക്കുക. ദാറ്റ് ഈസ് നോൺ ആസ് പെർഹൈഡ്രോൾ എന്ന് പറയുന്ന പേര് വിളിക്കുന്നു. ഇനി ഈ രണ്ട് ഇക്വേഷൻസ് നിങ്ങളുടെ സം ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇവിടെ നിങ്ങൾ ഒരു നീറ്റ് ലെവൽ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഇക്വേഷൻ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. വോളിയോമെട്രിക് സ്ട്രെങ്ത്, മൊളാരിറ്റി, നോർമാലിറ്റി വെച്ച് ചെയ്യാനുള്ള ഇക്വേഷൻ. ഇൻ ദി കേസ് ഓഫ് മൊളാരിറ്റി വി ക്യാൻ സേ വോളിയോമെട്രിക് സ്ട്രെങ്ത് ഇസ് ഈക്വൽ ടു molarity multiplied by 11.2. In the case of normality, it should be multiplied by 5.6. ഈ രണ്ട് ഇക്വേഷൻസ് എന്ത് ചെയ്യുക? കീപ്പ് ചെയ്യുക. യു ക്യാൻ ഡു ദി പ്രോബ്ലംസ് റിലേറ്റഡ് ടു ദിസ് വൺ. നെക്സ്റ്റ്, നമ്മൾ ഇതിൻ്റെ മറ്റുള്ള പ്രോപ്പർട്ടി സ്ട്രക്ചർ പറയുന്ന സമയത്ത് H2O2 സ്ട്രക്ചർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ഇറ്റ് ഈസ് എ ഓപ്പൺ ബുക്ക് ലൈക്ക് സ്ട്രക്ചർ. ഇവർക്കൊരു ഓപ്പൺ ബുക്ക് ലൈക്ക് സ്ട്രക്ചർ ആണ്. ഇറ്റ് ഈസ് നോൺ പ്ലാനാർ. ഇതൊരു ഓപ്പൺ ബുക്ക് ലൈക്ക് സ്ട്രക്ചർ ആണ്. ഇറ്റ് ഷുഡ് ബി ലൈക്ക് ദിസ്. ഇതാണ് ഒരു ഓപ്പൺ ബുക്ക് ലൈക്ക് സ്ട്രക്ചർ. ഏതിൻ്റെ? നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഒരു ഓപ്പൺ ബുക്ക് ലൈക്ക് സ്ട്രക്ചർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ദിസ് ഈസ് അനദർ സ്ട്രക്ചർ റിലേറ്റഡ് ടു ദിസ് വൺ. ഇനി അതിൻ്റെ ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് പ്രോപ്പർട്ടി ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ശ്രദ്ധിക്കുക മക്കളെ. നമ്മൾ H2O2 ഒരു അസിഡിക് മീഡിയത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഓക്സിഡൈസിങ് ആക്ഷൻ്റെ പ്രോപ്പർട്ടീസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അസിഡിക് മീഡിയത്തിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ PbSനെ PbSO4 ആക്കി മാറ്റി. അതേസമയം Fe2+നെ Fe3+ ആക്കി. അതൊക്കെ ഓക്സിഡൈസിങ് ആണ്. സോ ഇറ്റ് ഈസ് ഓക്സിഡൈസിങ് ആക്ഷൻ ഇവിടെ സംഭവിക്കുന്നു. H2O2 എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലാക്ക് ലെഡ് സൾഫൈഡിനെ വൈറ്റ് ലെഡ് സൾഫേറ്റ് ആക്കി മാറ്റുന്നു. അതാണ് ബ്ലാക്ക് ലെഡ് സൾഫൈഡിനെ വൈറ്റ് ലെഡ് സൾഫേറ്റ് ആക്കി മാറ്റുന്നു. PbSനെ PbSO4 ആക്കി മാറ്റുന്നു. അതേസമയം Fe2+നെ ഫെറസ് അയണിനെ ഫെറിക് ആക്കി മാറ്റുന്നു. Fe3+ ആക്കി മാറ്റുന്നു. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് പറയുന്നത് ബേസിക് മീഡിയത്തിലാണെങ്കിൽ ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി തന്നെ ബേസിക് മീഡിയത്തിലാണെങ്കിൽ Mn2+നെ Mn4+ ആക്കി മാറ്റുന്നു. ഫെറസിനെ എന്താക്കി മാറ്റുന്നു? ഫെറിക് ആക്കി മാറ്റുന്നു. ഈ ഇക്വേഷൻസ് നിങ്ങളൊന്ന് മൈൻഡിൽ വെക്കുക കേട്ടോ. യു ക്യാൻ കീപ് ദിസ് ഇക്വേഷൻ ഇൻ യുവർ മൈൻഡ്. ഓക്കെ, അതേസമയം നമ്മൾ റെഡ്യൂസിങ് ആക്ഷൻ എടുത്തു. റെഡ്യൂസിങ് ആക്ഷൻ അസിഡിക് മീഡിയത്തിൽ എടുത്തു. അതേപോലെ തന്നെ ബേസിക് മീഡിയം നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ടാവും. MnO4- എന്ന് പറയുന്ന പെർമാംഗനേറ്റിനെ മാംഗനസ് MnO ആക്കി മാറ്റുന്നു. ഇത് ശരിക്കും KMnO4 എന്ന് പറയുന്ന മോഡലാണ്. അപ്പോൾ MnO4- Mn2+ എന്ന് പറയുന്ന കമ്പോണന്റ് ആക്കി മാറ്റുന്നു. ഹൈപ്പോക്ലോറസ് ആസിഡ് എന്ന് പറയുന്ന HOClനെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിട്ടുള്ള HCl ആക്കി മാറ്റുന്നു. ദിസ് ഈസ് എ റിഡക്ഷൻ സംഭവിക്കുന്നു. എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിമൂവൽ ഓഫ് ഓക്സിജൻ അല്ലെങ്കിൽ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ എന്നല്ല നമ്മൾ പറയാൻ പറ്റുക. റിഡക്ഷൻ ഈസ് എ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ഇലക്ട്രോൺ എന്ന് പഠിക്കുന്നതിന് പുറമെ റിമൂവൽ ഓഫ് ഓക്സിജൻ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പം ഓക്സിജൻ റിമൂവ് ആയി, അല്ലെങ്കിൽ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ, അതിനാണ് റിഡക്ഷൻ എന്നുള്ള പേര് വിളിക്കുക. എന്താ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അഡീഷൻ ഓഫ് ഓക്സിജൻ ആൻഡ് റിമൂവൽ ഓഫ് ഹൈഡ്രജൻ അല്ലെങ്കിൽ ലോസ് ഓഫ് ഇലക്ട്രോൺ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഓക്സിഡേഷനെയും റിഡക്ഷനെയും പറയാൻ പറ്റും. അതിനുശേഷം നെക്സ്റ്റ് റെഡ്യൂസിങ് ആക്ഷൻ അസിഡിക് മീഡിയത്തിൽ പറയുകയാണെങ്കിൽ HOBr എന്ന് പറയുന്ന ഹൈപ്പോബ്രോമസ് ആസിഡിനെ HBr എന്ന് പറയുന്ന ഹൈഡ്രോബ്രോമിക് ആസിഡ് ആക്കി മാറ്റുന്നു. അതേസമയം ബേസിക് മീഡിയ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള അയോഡിനെ എന്താക്കി മാറ്റുന്നു? അയോഡൈഡ് ആക്കി മാറ്റുന്നു. അയോഡിൻ ടു അയോഡൈഡ്. MnO4 എന്ന് പറയുന്ന പെർമാംഗനേറ്റിനെ മാംഗനസ് എന്ന് പറയുന്ന MnO2 ആക്കി മാറ്റുന്നു. These all are the reduction done in acidic medium as well as in basic medium. Acidic medium, basic mediumത്തിന്റെ നമ്മുടെ ഓക്സിഡേഷൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. Is that clear all of you? Now let us do some problems related to this topic. നമ്മുടെ ഹൈഡ്രജൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ചില ടോപ്പിക്സിലുള്ള നമ്മുടെ പ്രോബ്ലംസിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കയറി ചെല്ലുന്നത്. സോ വി ക്യാൻ ഡു ദി ഫസ്റ്റ് പ്രോബ്ലം. ഓൾ ഓഫ് യു പ്ലീസ് റീഡ് ദ ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ മെത്തേഡ് ടു റിമൂവ് ദി പെർമനന്റ് ഹാർഡ്നസ്? ക്ലാൽഗൻസ് മെത്തേഡ് പെർമനന്റ് ഹാർഡ്നസ് റിമൂവ് ചെയ്യാനുള്ള മെത്തേഡാണ്. അയോൺ എക്സ്ചേഞ്ച് മെത്തേഡ് പെർമനന്റ് ഹാർഡ്നസ് റിമൂവ് ചെയ്യാനുള്ളതാണ്. സിന്തറ്റിക് റെസന്റ് മെത്തേഡും അയോൺ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിയോളൈറ്റ് മെത്തേഡിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് അയോൺ എക്സ്ചേഞ്ച് മെത്തേഡ്.
അതേപോലെ തന്നെ സിന്തറ്റിക് റെസിൻ മെത്തേഡും പെർമനന്റ് ഹാർഡ്നസ് റിമൂവ് ചെയ്യാനുള്ളതാണ്. ദി മെത്തേഡ് വിച്ച് ഈസ് ക്ലാർക്സ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു റിമൂവ് ദി ടെമ്പററി ഹാർഡ്നസ്. ടെമ്പററി ഹാർഡ്നസ് റിമൂവ് ചെയ്യാനുള്ള മെത്തേഡാണ് തന്നിട്ടുള്ളത്. We can go for the next question. Which one of the following is used to remove the temporary hardness? We can give the direct answer, that is Kalgan's method. That is Clark's method. Clark's method boiling temporary hardness remove cheyyallathu. So option D is the answer. Next question. Hydrogen resemble alkali metal in many aspects but differ in. Hydrogen is purely non-metal. ഹൈഡ്രജൻ ഒരിക്കലും മെറ്റൽ അല്ല. സോ ഹൈഡ്രജൻ എപ്പോഴും എന്താണ്, നോൺ മെറ്റൽ ആണ്. സോ മെറ്റാലിക് ക്യാരക്ടറിലാണ് അവർ മേജർ ആയിട്ട് എന്ത് കാണിക്കുന്നത്, ഡിഫറൻസ് കാണിക്കുന്നത്. നെക്സ്റ്റ്, ഫ്രം ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് H2O2 ചൂസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇറ്റ് ക്യാൻ ഓൺലി ആക്ട് ആസ് എൻ ഓക്സിഡൈസിങ് ഏജന്റ്. നോ, it can act as both oxidizing and reducing agent. പറഞ്ഞതാണ്, is a strong oxidizing agent and poor reducing agent. It decomposes on exposure to sunlight. That is right. Stored in plastic or wax-lined glass bottle. That is also right. Kept away from the dust. It is also right. So option A is a very good answer. Next question. Permanent hardness in water cannot be cured by. Permanent hardness ഒരിക്കലും boiling വെച്ച് നമുക്ക് cure ചെയ്യാൻ പറ്റുമോ? Boiling and Clark's method is used to remove the temporary hardness ആണ്. So option C is the answer. Temporary hardness of water can be removed by Clark's method by adding calcium hydroxide CaOH twice, that is known as slaked lime. അതിന് വിളിക്കുന്ന പേരായിരുന്നു സ്ലൈക്ഡ് ലൈം എന്ന് പേര് വിളിക്കുക. That is CaOH twice. Option C is the answer. We can go for the further question. Very pure hydrogen 99.9 can be made by which of the following? Electrolysis of water. That's the only answer. നമ്മൾ വാട്ടറിനെ ഇലക്ട്രോളിസിസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഏറ്റവും പ്യൂർ ആയിട്ടുള്ള ഹൈഡ്രജൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഏറ്റവും പ്യൂർ ആയിട്ടുള്ള ഹൈഡ്രജൻ ഫോം ചെയ്യണമെങ്കിൽ ഇറ്റ് ഈസ് ഓൺലി ഡൺ ബൈ ദി ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ. സോ ഓപ്ഷൻ എ ഈസ് ദ ആൻസർ. കാൽഷ്യം കാർബൈഡ് ഓൺ ഹൈഡ്രോളിസിസ് വിത്ത് ഹെവി വാട്ടർ. കാൽഷ്യം കാർബൈഡ് ഇവിടെ നോക്കുക, ഹെവി വാട്ടർ എന്ന് പറയുന്നത് D2 heavy water or heavy okay, this is okay, D2O2 might okay, this is D2O. D2O റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈസ് CaOD ട്വൈസ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഫോം ചെയ്യുന്നുണ്ട്. ബാലൻസ് ഇവിടെ C2 ഉണ്ട്, D2 ഉണ്ട്. അപ്പോൾ C2 D2 ഫോം ചെയ്യുന്നു. ദിസ് ഈസ് D2O. ഹെവി വാട്ടർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സോ ഹെവി വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ എന്തായിട്ട് ഫോം ചെയ്യുന്നുണ്ട്, CaOD ട്വൈസ് ഫോം ചെയ്യുന്നുണ്ട്, പ്ലസ് C2 D2 എന്ന് പറയുന്ന അസറ്റിലീൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഫോം ചെയ്യുന്നുണ്ട്. സോ ഓപ്ഷൻ ഏതാ വരിക, എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഇറ്റ്സ് ദ ബി ഓപ്ഷൻ. നെക്സ്റ്റ്, എക്സോസ്റ്റഡ് പെർമ്യൂട്ടഡ് ഡസ് നോട്ട് കണ്ടെയ്ൻ. എക്സോസ്റ്റഡ് പെർമ്യൂട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പറഞ്ഞു Na6P6O18 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സോസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തിൻ്റെ പ്രസൻസ് ഉണ്ടായിരിക്കില്ല, എണ്ണയുടെ പ്രസൻസ് ഉണ്ടായിരിക്കില്ല. എണ്ണ മുഴുവൻ വെള്ളത്തിൻ്റെ കൂടെ പോയിട്ടുണ്ടായിരിക്കും. സോ ഡസ് നോട്ട് കണ്ടെയ്ൻ Na+. So these are the basic question that we have to discuss here. Next question, the formula of exhausted permit. അതിൽ ഒരിക്കലും സോഡിയം ഉണ്ടായിരിക്കില്ല. സോ കാൽഷ്യത്തിൻ്റെ അലുമിനിയത്തിൻ്റെ കോമ്പൗണ്ട് ആയിരിക്കാം. കാൽഷ്യം അല്ലെങ്കിൽ മെഗ്നീഷ്യം വരിക. അപ്പോൾ കാൽഷ്യം വന്നു, കാൽഷ്യത്തിൻ്റെയോ മെഗ്നീഷ്യത്തിൻ്റെയോ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ എന്തെന്ന് പേര് വിളിക്കുക, ദാറ്റ് ഈസ് ടെമ്പററി ഓർ പെർമനന്റ് ഹാർഡ്നസ് എന്ന് പറയുന്ന പേര് വിളിക്കാം. നെക്സ്റ്റ്, ദി ഫോർമുല ഓഫ് കാർഗൺ, ദാറ്റ് ഈസ് Na6P6O18, ദാറ്റ് ഈസ് NaPO36 എന്ന് കൊടുത്തൂടെ, ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി Na6P6O18 ആയിട്ട് മാറും. നെക്സ്റ്റ്, സൾഫർ ട്രയോക്സൈഡ് ഇൻ ഹെവി വാട്ടർ ടു ഫോം എ കോമ്പൗണ്ട്. സൾഫർ ട്രയോക്സൈഡ് ഹെവി വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ D2SO4 ആയിട്ട് മാറി. D2SO4 എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ ഹൈബ്രിഡൈസേഷൻ ഓഫ് സൾഫർ ആണ് നോക്കിയിട്ടുള്ളത്. സൾഫർ ഉണ്ട് ഹൈബ്രിഡൈസേഷൻ D2SO4. ഇവിടെ ഒരു OD ഫോം ചെയ്യുന്നു, ഇവിടെ ഒരു OD ഫോം ചെയ്യുന്നു, ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഓക്സിജൻ ഫോം ചെയ്യുന്നു. ദെൻ D2SO4 ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഓക്സിജൻ ഇവിടെ എന്ത് ചെയ്യുന്നു, ഫോം ചെയ്യുന്നു. ഓക്കെ, സോ ഇവിടെയുള്ള സൾഫറിൻ്റെ ഹൈബ്രിഡൈസേഷൻ ശ്രദ്ധിക്കുക. ഒരു സിഗ്മ ബോണ്ടും, ഇവിടെ ഒരു സിഗ്മ ഉണ്ട്, പൈ ഉണ്ട്, ഇവിടെ ഒരു സിഗ്മ, ഇവിടെ ഒരു സിഗ്മ ഉണ്ട്, പൈ ഉണ്ട്. സൾഫറിന് ചുറ്റും ഞാൻ ഹൈബ്രിഡൈസേഷൻ കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്. ഓക്കെ, നമ്പർ ഓഫ് സിഗ്മ ബോണ്ട് എത്ര ഉണ്ട്, 4 സിഗ്മ ബോണ്ട് ഇവിടെ വരുന്നുണ്ട് അല്ലേ. 4 സിഗ്മ ബോണ്ട് വരുന്നുണ്ട്, 0 ലോൺ പെയർസ് വരുന്നുണ്ട്. ഇഫ് ദർ ഈസ് എ പ്രസൻസ് ഓഫ് 4 സിഗ്മ ബോണ്ട് ഇറ്റ് വിൽ ബി sp3 ഹൈബ്രിഡൈസേഷൻ. Is that clear all of you? അപ്പോൾ നമുക്ക് ഇവിടെ ഏത് ഹൈബ്രിഡൈസേഷൻ ആണെന്ന് മനസ്സിലായി, sp3 ഹൈബ്രിഡൈസേഷൻ ആണെന്ന് മനസ്സിലായി. ഓക്കെ,
So there is a question, there is a doubt. Electrolysis of barium hydroxide അല്ലേ? Barium hydroxide നെ electrolysis ചെയ്യുമ്പോഴും എനിക്ക് 99.95 ആണെങ്കിൽ ഏറ്റവും പ്യൂർ ആയിട്ടുള്ള ഹൈഡ്രജനെ എനിക്ക് കിട്ടുന്നത് that is only by electrolysis of water ആണ്. Electrolysis of acidified waterനെ electrolysis ചെയ്യുമ്പോഴാണ് highly pure hydrogen. ബേരിയം ഹൈഡ്രോക്സൈഡിനെ ഇലക്ട്രോളിസിസ് ചെയ്യുമ്പോഴും എനിക്ക് ഹൈലി പ്യൂർ തന്നെയാണ്, പക്ഷേ എവിടെ വരെയാണ് 99.95. നമ്മൾ ആൻസർ വിത്ത് റെസ്പെക്ട് ടു ദി ക്വസ്റ്റ്യനിൽ ബേരിയം ഹൈഡ്രോക്സൈഡും രണ്ടും തന്നിട്ടുണ്ട്, അതിൽ വേറെ കൺസെപ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ബേരിയം ഹൈഡ്രോക്സൈഡ്. ഇഫ് ദർ ഈസ് നോ ബേരിയം ഹൈഡ്രോക്സൈഡ് യു ക്യാൻ ഗോ ഫോർ ദി ഇലക്ട്രോളിസിസ് ഓഫ് ആസിഡിഫൈഡ് വാട്ടർ ഓർ ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ. നെക്സ്റ്റ്, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് വിൽ പ്രൊഡ്യൂസ് ഹാർഡ് വാട്ടർ? ഹാർഡ് വാട്ടർ ഉണ്ടാക്കുന്നത് കാൽഷ്യത്തിൻ്റെയോ മെഗ്നീഷ്യത്തിൻ്റെയോ സൾഫേറ്റോ ക്ലോറൈഡോ അല്ലെങ്കിൽ ബൈകാർബണേറ്റ് ആണ്. കാർബണേറ്റ് അല്ല, ബൈകാർബണേറ്റാണ്. അപ്പോൾ ഇതല്ല കാൽഷ്യത്തിൻ്റെ മെഗ്നീഷ്യോ സൾഫേറ്റോ ക്ലോറൈഡോ ബൈകാർബണേറ്റോ വേണം. സോഡിയത്തിൻ്റെതും അല്ല, അപ്പോൾ ഇതും അല്ല. പിന്നെ അതായത് വരിക ഓപ്ഷൻ സി, കാൽഷ്യം സൾഫേറ്റ് ഫോം ചെയ്തിട്ടുള്ളതാണ്. ഡാഷ് ഇസ് ദ പ്രോസസ് ഈസ് യൂസ്ഡ് ടു റിമൂവ് ദി ഹാർഡ്നെസ് ഓഫ് വാട്ടർ. നമുക്ക് പറയാൻ പറ്റും കാൾഗൺസ് മെത്തേഡ്, ബേയേഴ്സ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സർപ്പക്സ് ഹൂപ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അലുമിനിയത്തിൻ്റെ എക്സ്ട്രാക്ഷൻ പ്രോസസ്സുകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. The solution used for the preparation of H2O2 by electrolytic നമ്മൾ H2O2നെ പ്രിപ്പയർ ചെയ്യുന്ന രീതി നമ്മൾ ചെയ്യുന്ന രീതി എന്തായിരുന്നു? ദാറ്റ് ഈസ് 50% H2SO4നെ ഇലക്ട്രോളിസിസ് ചെയ്യുന്ന രീതിയായിരുന്നു. So these are the questions that we have to discuss here. So ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ഈ ചാപ്റ്ററിനെ കുറിച്ച് ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ തന്നിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് എ ഗ്രേറ്റ് ചാപ്റ്റർ, ഇറ്റ് ഈസ് എ വെരി സിമ്പിൾ ചാപ്റ്റർ. ഓക്കെ, സോ അതൊരു വലിയൊരു ചാപ്റ്റർ, വലിയൊരു ടഫുള്ള ചാപ്റ്റർ ഒന്നല്ല, ഇറ്റ് ഈസ് എ സിമ്പിൾ ചാപ്റ്റർ. ഓക്കെ, സോ വി ക്യാൻ ഗോ ഫോർ അവർ നെക്സ്റ്റ് ഇനോർഗാനിക് കെമിസ്ട്രി ചാപ്റ്റർ. നമ്മൾ ഇനോർഗാനിക് കെമിസ്ട്രിയിലെ അടുത്ത ഒരു ചാപ്റ്ററിലോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കയറി ചെല്ലുകയാണ്. ഇനി നിങ്ങളുടെ മുന്നിലുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ആൻഡ് എഫ്. ഇതാണ് ഇനോർഗാനിക് കെമിസ്ട്രിയിലുള്ള ബ്ലോക്ക് രാജാക്കന്മാരാണ്. എസ് ബ്ലോക്ക് ഉണ്ട്, പി ബ്ലോക്ക് ഉണ്ട്, ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് ഉണ്ട്. ഓക്കെ, സോ ഇവിടെ ശ്രദ്ധിക്കാം, എസും പിയും ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സിലും എസ് ആണ് ഇനീഷ്യലി നമ്മൾ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, പി ആണ്. നെക്സ്റ്റ് ഡി ആൻഡ് എഫ് എന്ന് പറയുന്ന കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് നിങ്ങൾ ഇന്ന ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിന് ഇത്ര മാർക്ക് ക്യാരി ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് വെറും 4-5 വരികളിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ചില ഓർഡേഴ്സുകളാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഡേഴ്സുകളാണ് മക്കളെ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. യു ഗോട്ട് ഇറ്റ്? അപ്പോൾ നമ്മൾ എസ് ബ്ലോക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിലോട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. അതിന് മുന്നേ ലെറ്റ് മീ ആസ്ക് ദിൽഫ ചിഞ്ചു. I think Dilfa Chinju, I think you have a doubt. എന്താ ഡൗട്ട് എന്നുള്ളതെന്ന് എനിക്ക് എന്ത് ചെയ്യാം, ഒന്ന് മെസ്സേജ് ചെയ്യണം കേട്ടോ. യു പ്ലീസ് മെസ്സേജ് മീ വാട്ട്സ് ദ ഡൗട്ട് വിത്ത് യു അബൌട്ട് ദ ടോപ്പിക്സ്. ഏതോ ഒരു ടോപ്പിക്കിലും മോൾക്ക് ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. യു ക്യാൻ വാട്സ്ആപ്പ് ഇൻ ദിസ് നമ്പർ ആൾസോ. ഈ നമ്പറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യാം കേട്ടോ. You can WhatsApp your doubts in this number. ഈ നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, DOPA and you have the doubts in the particular topics എന്ന് പറഞ്ഞിട്ട് ഈ ഒരു നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പ് ചെയ്യുക. അഥവാ നിങ്ങൾക്ക് ഇവിടെ ചിലത് ഞാൻ കണ്ടിട്ടുണ്ടാവില്ല ചില ഡൗട്ട്സുകൾ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വാട്സപ്പ് ചെയ്യുക. ചിലപ്പോൾ വാട്സപ്പ് ചെയ്താൽ കിട്ടില്ല, വാട്സപ്പ് കോൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, റിപ്ലൈ ചെയ്യും. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ടോപ്പിക്സിലോട്ട് പോവാം. എസ് ബ്ലോക്ക് എന്ന് പറയുന്ന ടോപ്പിക്കിലോട്ടാണ് പോകുന്നത്. എസ് ബ്ലോക്കിൽ നമ്മൾ എസ് ബ്ലോക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എസ് ബ്ലോക്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ, നമുക്ക് ഒന്ന് ആൽക്കലി മെറ്റൽസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുണ്ട്, ആൽക്കലി എർത്ത് മെറ്റൽസിനെ കുറിച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ആൽക്കലി മെറ്റൽസിനും ആൽക്കലി എർത്ത് മെറ്റൽസിനും എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, അതിൽ ഇന്ന ഗ്രൂപ്പ് എത്രയാണ്, എന്തൊക്കെയാണ് കാര്യങ്ങൾ, അതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ശ്രദ്ധിക്കാം, ഞാൻ എസ് ബ്ലോക്ക് എന്ന് പറഞ്ഞ ചാപ്റ്ററിനെ ഇങ്ങനെ അങ്ങോട്ട് ചെറുതാക്കി. ഇത്രയേ ഉള്ളൂ എസ് ബ്ലോക്ക് എന്ന് പറഞ്ഞ കാര്യം. എസ് ബ്ലോക്കിൽ ഇപ്പം ഞാൻ ആൽക്കലി മെറ്റൽസിന്റെ ഓർഡർ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ആൽക്കലി എർത്ത് മെറ്റൽസും ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഈസിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഒന്നാമതായിട്ട് നമ്മൾ പോകുന്നത് ആൽക്കലി മെറ്റൽസിൽ നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം, റുബീഡിയം, സീഷ്യം ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇനി നമുക്ക് പറയാൻ പറ്റുന്ന കോഡ് ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന കോഡ് ലീനെക്ക് റൂബി ക്ലോസ് ഫ്രണ്ട്, അങ്ങനെ ഒരു കോഡ് ഉണ്ട് കേട്ടോ. ലീനെക്ക് റൂബി ക്ലോസ് ഫ്രണ്ട്.
അടുത്തത് ബെറിലിയം മെഗ്നീഷ്യം, ഒരു കോഡ് ഉണ്ട് പക്ഷേ ഞാൻ ഇവിടെ പറയുന്നില്ല എന്നേ ഉള്ളൂ. ബെറിലിയം മെഗ്നീഷ്യം കാൽഷ്യം സ്ട്രോൺഷ്യം ബേരിയം റേഡിയം എന്ന് പറയുന്ന എലമെന്റ്സ് എവിടെയും വരുന്നുണ്ട്, നമ്മുടെ സെക്കൻഡ് ഗ്രൂപ്പിലും വരുന്നുണ്ട്. ഇതിലുള്ള ചില ഓർഡേഴ്സുകളാണ് മക്കളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഫസ്റ്റ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക, അറ്റോമിക് റേഡിയസിന്റെ ഓർഡർ. അറ്റോമിക് റേഡിയസിന്റെ ഓർഡർ ശ്രദ്ധിക്കുക. നമുക്ക് ഡൗൺ ദി ഗ്രൂപ്പ് അറ്റോമിക് റേഡിയസ് എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ സീഷ്യത്തിന് ഏറ്റവും കൂടുതൽ അറ്റോമിക് റേഡിയസ്, ലിഥിയത്തിന് ഏറ്റവും കുറവ് അറ്റോമിക് റേഡിയസ്. അതേ കേസിൽ എന്തുകൊണ്ടാണ് അവിടെ ഫ്രാൻഷ് എടുക്കാത്തത്? ഫ്രാൻഷ് നമ്മൾ കൺസിഡർ ചെയ്യാത്തത് ബിക്കോസ് ഇറ്റ് ഈസ് എ റേഡിയോ ആക്റ്റീവ് എലമെന്റ് ആണ്. ഇവിടെ റേഡിയോ നമ്മൾ കൺസിഡർ ചെയ്യാത്തത് ബിക്കോസ് ഇറ്റ് ഈസ് എ റേഡിയോ ആക്റ്റീവ് എലമെന്റ് ആണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ ഓർഡർ, ഇലക്ട്രോ നെഗറ്റിവിറ്റി നമുക്കറിയാം, ഗ്രൂപ്പിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിക്രീസ് ചെയ്യുന്നു, പീരിയഡിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ ഓർഡറാണ് നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത്. ദാറ്റ് ഈസ് ലിഥിയത്തിന് ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഇസ് എ ക്ലിയർ? പിന്നെ സോഡിയം, പിന്നെ പൊട്ടാഷ്യം, പിന്നെ റുബീഡിയം, പിന്നെ സീഷ്യം. ഓക്കെ, സോ ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ ഈ ഇലക്ട്രോ നെഗറ്റിവിറ്റി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ ഇലക്ട്രോ പോസിറ്റിവിറ്റി പറയാം. ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓർഡറാണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി വരിക. എന്ന് പറഞ്ഞാൽ ലിഥിയത്തിന് ഒറ്റ കുറവ്, അത് കഴിഞ്ഞാൽ സോഡിയം, പിന്നെ പൊട്ടാഷ്യം, പിന്നെ റുബീഡിയം, പിന്നെ എന്ത് വരും, സീഷ്യം. ഇതാണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി. ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടുതൽ ഏതിനായിരിക്കും വരിക, നമ്മുടെ സീഷ്യത്തിനാണെങ്കിൽ ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടുതൽ വരിക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയോണൈസേഷൻ എന്താൽപ്പി നമുക്കറിയാവുന്ന ഡിക്രീസസ് ഡൗൺ ദി ഗ്രൂപ്പ് ലിഥിയം സോഡിയം പൊട്ടാഷ്യം റുബീഡിയം സീഷ്യം, അറിയുന്ന കാര്യമാണ്, ഞാൻ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് ലിഥിയം സോഡിയം പൊട്ടാഷ്യം റുബീഡിയം സീഷ്യം, സെയിം ഓർഡർ തന്നെയാണ് പറയുന്നത്. ഇനി ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇവരുടെ ഫ്ലെയിം ടെസ്റ്റ് ആണ്. ഫ്ലെയിം ടെസ്റ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ഓക്കെ, ഫ്ലെയിം ടെസ്റ്റ് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെയിം ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്ലെയിം ടെസ്റ്റിൽ ഇവിടെ മക്കളെ ഇവിടെ ശ്രദ്ധിക്കുക, എൻ്റെ കയ്യിൽ ലിത്ത് മോന്, സോഡ് മോള്, പൊട്ടു മോന്, ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ, പൊട്ടു മോന്, റൂബി മോളും അതേപോലെ സീസു മോനും, ഇവരൊക്കെ ഞാൻ ബൺസൺ ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ എന്ത് ചെയ്തു, ചൂടാക്കി. ബൺസൺ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കി. അപ്പോൾ ഇവർ ഗ്രൗണ്ട് സ്റ്റേജിലുള്ള എലമെൻ്റ് ആണെങ്കിൽ ഇവർ എവിടേക്ക് എത്തി, എക്സൈറ്റഡ് സ്റ്റേജിലോട്ട് എത്തി. ഈ ഗ്രൗണ്ട് സ്റ്റേജിലുള്ള എലമെൻറ്റുകളൊക്കെ എവിടേക്ക് എത്തി, എക്സൈറ്റഡ് സ്റ്റേജിലോട്ട് എത്തി. ഈ എക്സൈറ്റഡ് സ്റ്റേജിലോട്ട് എത്തിയതിനു ശേഷം വീണ്ടും ഇവർ എവിടേക്ക് തിരിച്ചു വരുന്നു, ദേ ആർ റിട്ടേണിംഗ് ബാക്ക് ടു ഗ്രൗണ്ട് സ്റ്റേറ്റ്. അവർ എവിടേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട്, ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് തന്നെ തിരിച്ചു വരുന്നു. ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് തിരിച്ചു വരുമ്പോൾ ദേ എമിറ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. They emit electromagnetic radiation in the form of color. കളറിന്റെ രീതിയിൽ ഇവിടെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ത് ചെയ്യുന്നു, എലിമിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ ലിഥിയം ഉണ്ടാക്കുന്ന കളർ എന്താണ്, ലിഥിയം ഉണ്ടാക്കുന്ന കളറാണ് ക്രിംസൺ റെഡ്. ലിഥിയത്തിന്റെ കളറാണ് ഏത് വരിക, ക്രിംസൺ റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോഡിയത്തിന്റെ കളർ ശ്രദ്ധിക്കുക, സോഡിയത്തിന്റെ കളറാണ് ഗോൾഡൻ യെല്ലോ. ഗോൾഡൻ യെല്ലോ. പൊട്ടാഷ്യത്തിന്റെ കളർ ശ്രദ്ധിക്കുക, പൊട്ടാഷ്യം ഈസ് പെയിൽ വയലറ്റ്. പൊട്ടാഷ്യത്തിന്റെ കളറാണ് പെയിൽ വയലറ്റ്. റുബീഡിയത്തിന്റെ കളർ ശ്രദ്ധിക്കുക, റെഡ് വയലറ്റ്. നെക്സ്റ്റ് സീഷ്യത്തിന്റെ കളർ ശ്രദ്ധിക്കുക, ഇറ്റ് ഈസ് ബ്ലൂ. സോ ഈ കളേഴ്സുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ലിഥിയം ക്രിംസൺ റെഡ്, സോഡിയം ഗോൾഡൻ യെല്ലോ, പൊട്ടാഷ്യം ഈസ് എ പെയിൽ വയലറ്റ്, റുബീഡിയം ഈസ് എ റെഡ് വയലറ്റ് ആൻഡ് സീഷ്യം ഈസ് എ ബ്ലൂ. നിങ്ങൾ പറ്റും നെറ്റ്ഫ്ലിക്സിലൊക്കെ നിങ്ങൾ ഇംഗ്ലീഷ് ഫിലിമൊക്കെ കാണുന്നല്ലേ, നമ്മൾ ഇംഗ്ലീഷ് സോങ്ങുകൾ കേൾക്കണോ. അപ്പോൾ ഇതാണ് നമുക്ക് ആകെ ഡിസ്കസ് ചെയ്യാനുള്ള എലമെന്റ്സ്, ലിഥിയം സോഡിയം പൊട്ടാഷ്യം റുബീഡിയം സീഷ്യം. അതിൻ്റെ കളേഴ്സ് ഞാനിവിടെ പറഞ്ഞു. അതേപോലെ തന്നെ സെക്കൻഡ് ഗ്രൂപ്പ് നമ്മൾ ആൽക്കലി എർത്ത് മെറ്റൽസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്തു, ഫ്ലെയിം ടെസ്റ്റ് ചെയ്യുകയാണ്. നമ്മൾ ഫ്ലെയിം ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കയ്യിലും ബെർലിയം ഉണ്ട്, മെഗ്നീഷ്യം ഉണ്ട്, കാൽഷ്യം ഉണ്ട്, സ്ട്രോൺഷ്യം ഉണ്ട്, ബേരിയം ഉണ്ട്. ഇവിടെ കളറും ബെർലിയം മെഗ്നീഷ്യം കളർ കാണിക്കുന്നില്ല. ബെർലിയം മെഗ്നീഷ്യം ഹാവ് നോ കളർ. ബെർലിയം മെഗ്നീഷ്യം എന്ത് കാണിക്കുന്നില്ല, കളർ കാണിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അവർ കളർ കാണിക്കാത്തത്? ഡ്യൂ ടു ഹൈ അയോണൈസേഷൻ എൻതാൽപ്പി. ഡ്യൂ ടു ഹൈ അയോണൈസേഷൻ എൻതാൽപ്പി. അയോണൈസേഷൻ എൻതാൽപ്പി വളരെ കൂടുതലായത് കാരണമാണ് ഇവർ രണ്ടുപേരും എന്ത് ചെയ്യാത്തത്, കളർ കാണിക്കാത്തത്. കാൽഷ്യത്തിന്റെ കളർ എന്താണ്, ബ്രിക്ക് റെഡ്. കാൽഷ്യത്തിന്റെ കളർ എന്തായിരുന്നു വരുന്നത്, ബ്രിക്ക് റെഡ്. കാൽഷ്യത്തിന്റെ കളർ ബ്രിക്ക് റെഡ്. സ്ട്രോൺഷ്യത്തിന്റെ കളർ ബ്ലഡ് റെഡ്. ബേരിയത്തിന്റെ കളർ ആപ്പിൾ ഗ്രീൻ. ബേരിയത്തിന്റെ കളർ എന്താ വരുന്നത്, ആപ്പിൾ ഗ്രീൻ ഇസ് എ കളർ. സോ ഇവിടെ ബെർലിയം മെഗ്നീഷ്യം എന്ത് ഫോം ചെയ്യുന്നില്ല, കളർ ഫോം ചെയ്യുന്നില്ല. ബെർലിയം മെഗ്നീഷ്യം കളർ ഫോം ചെയ്യാത്തത് ഡ്യൂ ടു ദെയർ ഹൈ അയോണൈസേഷൻ എൻതാൽപ്പി.
കാൽഷ്യത്തിന്റെ കളർ ബ്രിക്ക് റെഡ് ആണ്, സ്ട്രോൺഷ്യത്തിന്റെ കളർ ബ്ലഡ് റെഡ് ആണ്, ബേരിയത്തിന്റെ കളർ എന്താ വരുന്നത് ആപ്പിൾ ഗ്രീൻ ആണ്. ഇതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ള ഫ്ലെയിം ടെസ്റ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ദിസ് ഈസ് എ തിങ് ദാറ്റ് വി ഹാവ് ടു ഡിസ്കസ് ഇൻ ദി ഫ്ലെയിം ടെസ്റ്റ്. ഫ്ലെയിം ടെസ്റ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. എന്താണ് ഇവിടെ ലിഥിയത്തിന്റെ കളർ ക്രിംസൺ റെഡ്, സോഡിയം ഗോൾഡൻ യെല്ലോ, പൊട്ടാഷ്യം പെയിൽ വയലറ്റ്, റുബീഡിയം റെഡ് വയലറ്റ്, സീഷ്യം ബ്ലൂ, ബെറിലിയം മെഗ്നീഷ്യം കളർ ഇല്ല, കാൽഷ്യം ബ്രിക്ക് റെഡ്, സ്ട്രോൺഷ്യം ബ്ലഡ് റെഡ്, ബേരിയം ആപ്പിൾ ഗ്രീൻ എന്ന് പറയുന്ന കളേഴ്സ് ഇവിടെ കാണിക്കുന്നു. ഇസ് ദാറ്റ് ക്ലിയർ? അതിൻ്റെ കൂടെ തന്നെ നെക്സ്റ്റ് നമ്മുടെ ഇവിടെ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം റിയാക്ഷൻ വിത്ത് അമോണിയ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. ഇവിടെയുള്ള മെറ്റൽ അമോണിയ നമുക്ക് ലിക്വിഡ് അമോണിയമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ X+Y NH3 ലിക്വിഡ് അമോണിയമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഇവരൊരു ലിക്വിഡ് അമോണിയമായിട്ട് റിയാക്ട് ചെയ്ത് X+Y NH3 റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ MnH3X all power 2+ എന്ന് പറയുന്ന കോമ്പൗണ്ട് ആയിട്ട് മാറുന്നു. പ്ലസ് എന്തുകൂടെ മാറുന്നു 2+ ആയിട്ട് മാറുന്നു. 2 ഇലക്ട്രോൺ NH3Y ആയിട്ട് മാറുന്നു. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കും എന്താ സാർ ഇവിടെ 2+? ഞാൻ അവിടെ സെക്കൻഡ് ഗ്രൂപ്പാണ് എടുത്തുള്ളത്. സെക്കൻഡ് ഗ്രൂപ്പ് ആണെങ്കിൽ അവിടെ 2+ ആയിരിക്കും. ഫസ്റ്റ് ഗ്രൂപ്പ് ആണെങ്കിൽ അവിടെ +1 എന്നായിരിക്കും. സെക്കൻഡ് ഗ്രൂപ്പ് ആണെങ്കിൽ അവിടെ +2 എന്നായിരിക്കും. അപ്പോൾ ഇതിനെയാണ് അമോണിയേറ്റഡ് മെറ്റൽ അയോൺ എന്ന് പറയുന്ന പേര് വിളിക്കുക. അമോണിയേറ്റഡ് മെറ്റൽ അയോൺ എന്ന് പറയുന്ന പേര് വിളിക്കുക. ഇതിനെ വിളിക്കുന്ന പേരാണ് അമോണിയേറ്റഡ് ഇലക്ട്രോൺ. ദിസ് ഈസ് നോൺ ആസ് അമോണിയേറ്റഡ് ഇലക്ട്രോൺ എന്ന് പറയുന്ന പേര് വിളിക്കുക. ഇറ്റ് ഈസ് നോൺ ആസ് എ സോൾവേറ്റഡ് ഇലക്ട്രോൺ എന്ന് പറയുന്ന പേര് വിളിക്കുന്നു. സോൾവേറ്റഡ് ഇലക്ട്രോൺ. The ammoniated electron or solvated electron have a color is known as the blue in color. അവർ blue color ആണ് and it is paramagnetic. ബ്ലൂ കളർ ആണെങ്കിൽ അവർ എന്തും കൂടിയാണ് പാരാമാഗ്നറ്റിക് ആണ്. കുറച്ചു നേരം ഞാൻ ഈ സൊല്യൂഷൻ അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചു നേരം നമ്മൾ ഈ സൊല്യൂഷൻ എന്ത് ചെയ്യാണ് അനക്കാതെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ഈ ബ്ലൂ കളർ എന്തായിട്ട് മാറുന്നു? ബ്രോൺസ് കളറായിട്ട് ചേഞ്ച് ചെയ്യുന്നു. ബ്ലൂ കളർ ഈസ് ചേഞ്ചിങ് ഇൻ ടു ബ്രോൺസ് കളർ. കുറച്ചു നേരം അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ ബ്ലൂ കളർ എന്തായിട്ട് മാറുന്നു? ബ്രോൺസ് കളറായിട്ട് മാറുന്നു. ബ്രോൺസ് കളർ ആവുന്ന സമയത്ത് അത് എന്തായിട്ട് മാറുന്നു? ഡയാമാഗ്നറ്റിക് ആയിട്ട് മാറുന്നു. അതാണ് റിയാക്ഷൻ ഓഫ് മെറ്റൽ വിത്ത് ലിക്വിഡ് അമോണിയ. മെറ്റൽ ലിക്വിഡ് അമോണിയമായിട്ടും മെറ്റൽ ലിക്വിഡ് അമോണിയമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അതിൽ അമോണിയേറ്റഡ് മെറ്റൽ അയോണോ അമോണിയേറ്റഡ് ഇലക്ട്രോൺ അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അമോണിയേറ്റഡ് ഇലക്ട്രോണെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സോൾവേറ്റഡ് ഇലക്ട്രോൺ. അതിന് കളറാണ് ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബ്ലൂ കളർ ഇവിടെ എന്ത് ചെയ്യുന്നത് ഫോം ചെയ്യുന്നത്. ബ്ലൂ കളർ ഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇറ്റ് ഈസ് പാരാമാഗ്നറ്റിക്. കുറച്ചു നേരം നമ്മൾ ഈ സൊല്യൂഷൻ അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ പാരാമാഗ്നറ്റിക് ഉള്ള സാധനം എന്തല്ലെങ്കിൽ ബ്ലൂ കളറുള്ള സാധനം ബ്രോൺസ് കളറായിട്ട് മാറുന്നു. അപ്പോൾ പാരാമാഗ്നറ്റിക് ഉള്ള സാധനം എന്തായിട്ട് മാറുന്നു? ഡയാമാഗ്നറ്റിക് ആയിട്ട് എന്ത് ചെയ്യുന്നു? മാറുന്നു. പാരാമാഗ്നറ്റിക് എന്തായിട്ട് മാറുന്നു? ഡയാമാഗ്നറ്റിക് ആയിട്ട് മാറുന്നു. ഓക്കെ, സോ ഇസ് ദാറ്റ് ക്ലിയർ ഓൾ ഓഫ് യു? ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് ശ്രദ്ധിക്കാം. ഇതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക കേട്ടോ. റുബീഡിയം ആൻഡ് സീഷ്യം എന്ന് പറയുന്ന എലമെന്റ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കാണിക്കുന്നുണ്ട്. നമ്മൾ റുബീഡിയം ആൻഡ് സീഷ്യം എന്ന് പറയും. പൊട്ടാഷ്യം റുബീഡിയം സീഷ്യമാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കാണിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് ഈ റുബീഡിയം ആൻഡ് സീഷ്യം എന്ന് പറയുന്ന എലമെന്റ്സുകളാണ്. ഇനി ഇവരുടെ സ്റ്റെബിലിറ്റി, ഹൈഡ്രേറ്റിന്റെ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ലിഥിയം ഹൈഡ്രേറ്റിന്റെ സ്റ്റെബിലിറ്റി ഓർഡർ നോക്ക്. LiH greater than NaH greater than KH RBH CSH. This is the order of stability of their hydride. മക്കളെ ഇത് മതി നിങ്ങൾക്ക് ഇതിലുള്ള മാർക്കുകൾ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളിതെല്ലാം കൂടി വലിച്ചു കൂട്ടിയിട്ട് ചിലപ്പം പെട്ടെന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. സോ ഇങ്ങനെയുള്ള ചില ഓർഡേഴ്സുകൾ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ബേസിക് ക്യാരക്ടർ ഹൈഡ്രോക്സൈഡിന്റെ ബേസിക് ക്യാരക്ടർ ഡൗൺ ദി ഗ്രൂപ്പ് ഇൻക്രീസ് ചെയ്യണം. അത് ഏത് ഗ്രൂപ്പ് ആണെങ്കിലും, രണ്ട് ഗ്രൂപ്പും ആൽക്കലി മെറ്റൽസും ആൽക്കലി എർത്ത് മെറ്റൽസ് ആണെങ്കിലും ദിസ് ഇസ് ദ സെയിം നേച്ചർ. LiOH കുറവ്, ഏറ്റവും കൂടുതൽ CSOH വരുന്നു. ഹൈഡ്രേഷൻ എനർജിയുടെ ഓർഡർ രണ്ട് ഗ്രൂപ്പിലും സെയിം ആണ്. ലിഥിയം സോഡിയം പൊട്ടാഷ്യം റുബീഡിയം സീഷ്യം. റെഡ്യൂസിങ് ക്യാരക്ടർ ഈ ഗ്രൂപ്പിൽ തന്നെ ഏറ്റവും കൂടുതൽ ലിഥിയത്തിനും ഏറ്റവും കുറവ് ഏതിനാണ് വരുന്നത്? സോഡിയത്തിനുമാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി നമുക്ക് ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യാനുള്ളത്? ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൻ്റെ പുറമെ ഞാൻ ഇവിടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. കളേഴ്സിനെ കുറിച്ചിട്ടും പറഞ്ഞു, ലിക്വിഡ് അമോണിയയുടെ കാര്യം പറഞ്ഞു. അതിന് പുറമെ ഞാൻ വേറൊരു കാര്യം കൂടി പറയുന്നു. നമ്മൾ ഇതിൽ പ്രിപ്പറേഷൻസ് പഠിക്കുന്നുണ്ട്. പ്രിപ്പറേഷൻ ഓഫ് വാഷിംഗ് സോഡ, ബേക്കിംഗ് സോഡ. പ്രിപ്പറേഷൻ ഓഫ് വാഷിംഗ് സോഡ ആയിക്കോട്ടെ, അതേപോലെ ബേക്കിംഗ് സോഡ ആയിക്കോട്ടെ, വാഷിംഗ് ആൻഡ് ബേക്കിംഗ്, ഇവർ രണ്ട് പേരുടെയും പ്രിപ്പറേഷൻ നമ്മൾ വിളിക്കുന്ന പേര് സോൾവേ പ്രോസസ് ആണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം.
സോൾവേ പ്രോസസ്സ്. ഈ സോൾവേ പ്രോസസ്സ് വഴി ഒരിക്കലും നിങ്ങൾ ഉണ്ടാക്കാൻ പറ്റാത്തൊരു സാധനമുണ്ട്. Na2CO3 ഉണ്ടാക്കാം, പക്ഷേ ഇതുവഴി എനിക്ക് K2CO3 ഉണ്ടാക്കാൻ പറ്റില്ല. വൈ? ബിക്കോസ് അതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. Na2CO3 ഈ സോൾവേ പ്രോസസ്സ് വഴി ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, ബട്ട് K2CO3 cannot be prepared by this method. K2CO3 ഇതുവഴി ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അതിന് കാരണം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ദിസ് ഈസ് ഡ്യൂ ടു ഹയർ സൊലിബിലിറ്റി ഓഫ് KHCO3. KHCO3യുടെ സൊലിബിലിറ്റി വളരെ അധികം കൂടിയത് കൊണ്ടാണ് ഇവിടെ K2CO3 നമുക്ക് ഉണ്ടാക്കാൻ പറ്റാത്തത്. ഓക്കെ, ഞാൻ നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുള്ള പോയിന്റുകൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രെയിനിൽ നിന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഒന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്തെടുക്കുക. ഒരു സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു നോട്ട് നിങ്ങൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്ത് നിൽക്കാം. അപ്പോൾ വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള ഹൈ സൊല്യൂബിലിറ്റി ഉള്ള KHCO3 അവിടെ ഫോം ചെയ്തത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്, K2CO3 എന്ത് ചെയ്യാൻ പറ്റാത്തത്, ഫോം ചെയ്യാൻ പറ്റാത്തത്. Na2CO3 നമുക്ക് ഇതുവഴി ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യം ഇവിടെ ഡിസ്കസ് ചെയ്ത് വെക്കാം. അതേസമയം പ്രിപ്പറേഷൻ ഓഫ് കോസ്റ്റിക് സോഡ. കോസ്റ്റിക് സോഡയുടെ പ്രിപ്പറേഷന് നമ്മൾ യൂസ് ചെയ്യുന്നത്, കോസ്റ്റിക് സോഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NaOH പ്രിപ്പറേഷൻസിന് നമ്മൾ യൂസ് ചെയ്യുന്നത് കാസ്റ്റ്നർ കെൽനർ സെല്ലാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാസ്റ്റ്നർ കെൽനർ സെൽ is used for the preparation of caustic soda. Caustic soda പ്രിപ്പറേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കാസ്റ്റ്നർ കെൽനർ സെൽ. കാസ്റ്റ്നർ കെൽനർ സെല്ലിൽ എന്തൊക്കെയാണ് എൻ്റെ കയ്യിൽ കാസ്റ്റ്നർ കെൽനർ സെല്ലിൽ ഉള്ളത്? കാസ്റ്റ്നർ കെൽനർ സെല്ലിൽ എൻ്റെ കയ്യിൽ ഒരു മെർക്കുറി കാഥോഡ് ഫോം ചെയ്യുന്നുണ്ട് ആൻഡ് കാർബൺ ആനോഡ്. മെർക്കുറി കാഥോഡും അതേപോലെ കാർബൺ ആനോഡും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഫോം ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കാം. ഓക്കെ, ദിസ് ഈസ് അബൌട്ട് എസ് ബ്ലോക്ക്. എസ് ബ്ലോക്കിൽ ഇത്രയും കൺസെപ്റ്റുകൾ മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. എസ് ബ്ലോക്ക് ഈസ് ഫൈൻ. എസ് ബ്ലോക്കിൽ ഇത്രയും കൺസെപ്റ്റുകൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഈ ചാപ്റ്ററിൽ ഒരുവിധം ആൻസേഴ്സുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും മക്കളെ. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ബേസിക്കലി ഈ ചാപ്റ്റർ ഒന്ന് എന്ത് ചെയ്യുക, നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, എസ് ബ്ലോക്കിൽ അറിഞ്ഞിരിക്കുക. ലാസ്റ്റ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്താണ്, ജിപ്സം എന്താണ്, അതിൻ്റെ ബേസിക് ഇക്വേഷൻ എന്താണ് പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ, CaSO അല്ലെങ്കിൽ ജിപ്സത്തിൻ്റെ ഇക്വേഷൻ എന്താണ്, ജിപ്സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, CaSO4.2H2O. പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പ്ലാസ്റ്റർ ഓഫ് പാരീസ് CaSO4.12H2O എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ചെയ്യുക, അറിഞ്ഞിരിക്കുക. സോ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ എസ് ബ്ലോക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് ഇവിടെ എന്ത് ചെയ്തു, അവസാനിച്ചു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എസ് ബ്ലോക്കിൽ നിന്ന് വ്യക്തമായിട്ട് ശ്രദ്ധിക്കണം. അതിൻ്റെ ഈ ഓർഡേഴ്സുകൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതിന് പുറമെ നമ്മൾ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഫ്ലെയിം ടെസ്റ്റ് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ലിക്വിഡ് അമോണിയമായിട്ടുള്ള റിയാക്ഷൻസ് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ വാഷിംഗ് സോഡയും ബേക്കിംഗ് സോഡയുടെ പ്രിപ്പറേഷൻ സോൾവേ പ്രോസസ് ആണ്. അതുവഴി Na2CO3 ഉണ്ടാക്കാൻ പറ്റുന്നു, K2CO3 ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതേസമയം നെക്സ്റ്റ് പറഞ്ഞ കോസ്റ്റിക് സോഡ, കാസ്റ്റ്നർ കെൽനർ സെൽ, മെർക്കുറി കാഥോഡ് ആൻഡ് കാർബൺ ആനോഡ് ആണ്. ജിപ്സത്തിന്റെ ഇക്വേഷൻ, പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ ഇക്വേഷൻ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ചാപ്റ്റർ അറിഞ്ഞു കഴിഞ്ഞാൽ ദിസ് ചാപ്റ്റർ ഈസ് എ പെർഫെക്റ്റ് തിങ്. ഇസ് ദാറ്റ് ക്ലിയർ ഓൾ ഓഫ് യു? ഇസ് ദാറ്റ് ക്ലിയർ? സോ ഓക്കെ ഫൈൻ. നെക്സ്റ്റ് നമ്മളത് നേരെ വീണ്ടും നമ്മൾ ബാക്കിയുള്ള ടോപ്പിക്സിലോട്ട് എന്ത് ചെയ്യുന്നു, കയറി ചെല്ലുന്നു. നമ്മൾ എല്ലാ ടോപ്പിക്സും നിങ്ങൾ ലാസ്റ്റ് ടൈമിൽ പഠിച്ചിട്ട് നമുക്ക് പറഞ്ഞല്ലോ, നമ്മൾ ഒരു എക്സാം ക്രാക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അല്ല കഴിഞ്ഞാൽ നമുക്ക് ടൈമും പോവും, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് അവസാനം ആങ്സൈറ്റി വരും. ആങ്സൈറ്റി വന്നിട്ട് അയ്യോ ഇതൊന്നും ഞാൻ പഠിച്ചില്ലല്ലോ, അത് ആലോചിച്ച് നിൽക്കാതെ ഉള്ള ടോപ്പിക്സ് പെർഫെക്റ്റ്ലി കീപ്പപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ അവിടെയും നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ യു ക്യാൻ ക്രാക്ക് യുവർ നീറ്റ് ഇൻ ദിസ് ടൈം ഇറ്റ് സെൽഫ്. അതിനാവശ്യമായിട്ടുള്ള ഒരു എന്താ പറയാൻ പറ്റുക, ഒരു ഓട്ടമാണ്, ഒരു 1.5 hourനുള്ള ഒരു മാരത്തോൺ ഓട്ടമാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഒരു ഓട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഐഡിയ ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഒന്ന് എന്ത് ചെയ്യുക, നോക്കി പോവാം. ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ ടോപ്പിക്സും ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെർഫെക്റ്റ്ലി ഐ വിൽ സേ നോ. എല്ലാ ടോപ്പിക്സും ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്ക് ഒരു ഐഡിയ ഉണ്ടായാൽ മതി ഏത് സ്കിപ്പ് ചെയ്യണം, ഏതൊക്കെ ടോപ്പിക്സുകളാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുന്നത്. നമ്മളിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകളാണ് ഇപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള ടോപ്പിക്സ് പഠിച്ചില്ല വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ബേജാറാവേണ്ട കോയെ. എല്ലാത്തിനും എന്തുണ്ട്, അതിൻ്റേതായിട്ടുള്ള എന്തുണ്ട്, സമയമുണ്ട്. യു ഗോട്ട് ഇറ്റ്.
നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബോറോൺ ഫാമിലിയെ കുറിച്ചിട്ടാണ്. ബോറോൺ ഫാമിലിയിൽ നമ്മളെ ഫസ്റ്റ് ബി ബ്ലോക്കിൽ ഫസ്റ്റ് ആണ് ബോറോൺ ഫാമിലി. അതിൽ +1 ആൻഡ് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റുകളാണ് ആര് കാണിക്കുന്നത്? ഈ ബോറോൺ ഫാമിലി കാണിക്കുന്നത്. ഓക്കെ, സോ ഈ എസ് ബ്ലോക്കിന് ഞാൻ ഇത്രയും പറഞ്ഞ കൺസെപ്റ്റുകൾ ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ നേരെ ബോറോൺ ഫാമിലിയിട്ട് കയറുന്നു. ബോറോൺ ഫാമിലിയിൽ ഞാൻ പറഞ്ഞു 2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ഇവർ കാണിക്കുന്നത്. ഒന്ന് +1 എന്ന് പറയുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ജസ്റ്റ് എ മിനിറ്റ്, +1 എന്ന് പറയുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. ഓക്കെ, +1 എന്ന് പറയുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റും +3 എന്ന് പറയുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റുമാണ് ബോറോൺ ഫാമിലി കാണിക്കുന്നത്. അപ്പോൾ ഈ +3യുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഡൗൺ ദ ഗ്രൂപ്പ് +2യുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ത് ചെയ്യാണ്? ഡിക്രീസ് ചെയ്യാണ്. എന്ന് പറഞ്ഞാൽ ബോറോൺ ആണ് ഏറ്റവും കൂടുതൽ +3 കാണിക്കുന്നത്. ഇനി +1 ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് ഏറ്റവും താഴെയുള്ള ഗാലിയം, ഇൻഡിയം, താലിയം എന്ന് പറയുന്ന ഈ ശരിക്കും ബോറോൺ ഫാമിലിയിലെ എലമെന്റ്സ് പഠിക്കാൻ ബാഗി 2 എന്ന് പഠിച്ചു വെക്കുക. ബാഗി 2, ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. അപ്പോൾ ബാഗി 2 എന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൽ ബോറോൺ ആണ് ഏറ്റവും കൂടുതൽ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള സ്റ്റെബിലിറ്റി ഉണ്ടാവുക. +1 ഓക്സിഡേഷൻ സ്റ്റെബിലിറ്റി താഴേക്ക് പോകുന്നവരും ഇൻക്രീസ് ചെയ്യാണ്. താലിയത്തിനാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കാം. ബേസിക് നേച്ചറും അതേപോലെ തന്നെയാണ്. ഡൗൺ ദി ഗ്രൂപ്പ് ബേസിക് നേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. അതിൽ B2O3, Al2O3 ഇവരെ ഓക്സൈഡുകൾ രണ്ടുപേരും എന്തായിരിക്കും? Both the oxides are that is amphoteric in nature. ഇപ്പോൾ B2O3 ആണെങ്കിലും Al2O3 ആണെങ്കിലും ഇവരൊക്കെ എന്താണ്? ആംഫോട്രിക് ഇൻ നേച്ചറിൽ വരുന്നതാണ്. ഇനി അവരുടെ ലൂയിസ് ആസിഡ്, ഇവരൊക്കെ ലൂയിസ് ആസിഡുകളാണ്, ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റേഴ്സ് ആണ്. ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റേഴ്സിന് അതിന്റെ ഓർഡർ, ലൂയിസ് ആസിഡിന്റെ ഓർഡർ ശ്രദ്ധിക്കുക. BI3 ഏറ്റവും കൂടുതൽ, ഏറ്റവും കുറവ് BF3. ഇതാണ് ലൂയിസ് ആസിഡിന്റെ ഓർഡർ. അപ്പോൾ ഇത്രയും ഓർഡറുകൾ നിങ്ങൾ ബേസിക്കലി മനസ്സിലാക്കി വെക്കുക. അറ്റോമിക് റേഡിയസ്, അയോണൈസേഷൻ, എന്തായാലും നമ്മൾ ഓൾറെഡി എന്താണ് ക്ലാസിഫിക്കേഷനിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. So there is no need of that all the things. So stability of +3, +1 basic nature of oxides, then Lewis acidന്റെ ക്യാരക്ടർ, ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ എന്ത് ചെയ്യുക? അവിടെ മനസ്സിലാക്കി വെക്കാം. ഇനി ഇവരുടെ അയോണൈസേഷൻ എനർജിയും കാര്യങ്ങളും കൂടി ഞാൻ അവിടെ ഡിസ്കസ് ചെയ്യാം. അയോണൈസേഷൻ എനർജി ഇവിടെ നോക്കുക. ഇതാണ് ഇവരുടെ അയോണൈസേഷൻ എനർജി. ബോറോണിന് കൂടുതൽ, പക്ഷെ അലുമിനിയത്തിന് കുറവാണ്. പക്ഷെ അലുമിനിയത്തിനെക്കാട്ടിയും കൂടുതലാണ് ഗാലിയത്തിന്. ഈ ഒരു ഓർഡർ ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക? മൈൻഡിൽ വെക്കുക, അയോണൈസേഷൻ എനർജിയുടെ. Then electronegativity നമ്മൾ സാധാരണ പറഞ്ഞ പോലെ ഡിക്രീസസ് ഫ്രം ബോറോൺ ടു അലുമിനിയം. പിന്നെ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് മാർജിനലി എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ഇവിടെ തന്നിട്ടുണ്ട് ഇലക്ട്രോനെഗറ്റിവിറ്റി ബോറോൺ മുതൽ അലുമിനിയം വരെ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. പിന്നെ ഡിക്രീസ് ചെയ്യുന്നു. ഐ എം സോറി, ഇറ്റ് ഡിക്രീസിങ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഈസ് ഡിക്രീസ് ചെയ്യുന്നു. പിന്നെ മാർജിനലി ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം വളരെ ചെറുതായിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ അയോണൈസേഷൻ എന്താൽപ്പിയുടെ ഓർഡറും ദെൻ ദിസ് ഓർഡർ ആൾസോ ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ ഓർഡറും ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആ ഓർഡറും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? മൈൻഡിൽ വെക്കുക. ഈ ഓർഡേഴ്സുകൾ എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് ഓർഡേഴ്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ പറഞ്ഞിട്ടുള്ള ഓർഡേഴ്സുകൾ എന്താണ്? നമുക്കിവിടെ ഇമ്പോർട്ടൻറ്റുകളാണ്. സോ ഇവിടെ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. ബോറോൺ ഫാമിലിയിൽ നമ്മൾ പറഞ്ഞ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ഉണ്ട്, +3 ഉണ്ട്. അതിൽ +3യുടെ സ്റ്റെബിലിറ്റി താഴോട്ട് കുറയുന്നു, +1ന്റെ സ്റ്റെബിലിറ്റി കൂടുന്നു. ബേസിക് നേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതേസമയം ലൂയിസ് ആസിഡ് ക്യാരക്ടറിന്റെ ഓർഡറും ഞാൻ പറഞ്ഞു. പിന്നെ അയോണൈസേഷൻ എനർജിയുടെ ഓർഡർ പറഞ്ഞു, ഇലക്ട്രോനെഗറ്റിവിറ്റി പറഞ്ഞു. ഈ കൺസെപ്റ്റുകൾ എല്ലാവർക്കും ക്ലിയർ ആണോ മക്കളെ? Is that clear all of you up to these topics? ഇതുവരെ പറഞ്ഞ ടോപ്പിക്സ് ക്ലിയർ ആണോ? നവനീത്, സന ഫർഹിൻ, നഹല ലത്തീഫ്, then ലിൻഷ നൗഷാദ്, ഫാത്തിമ ഐഫൂന, then അനുഗ്രഹ, next നിസാന നിസു. Is that clear all of you? Is that clear? Okay, fine. നെക്സ്റ്റ് നമ്മൾ ഇതിനുള്ള അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ഈ ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു ബോറോൺ ഫാമിലിയിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളും കൂടിയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ ബോറോൺ ഫാമിലിയിൽ നമുക്ക് ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കാം, ബോറോൺ ഫാമിലിയിലുള്ള ഈ ബോറോൺ ഇവിടെ ഓക്സിജനുമായിട്ട് ഇവരെന്ത് ചെയ്യാം? റിയാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവരൊക്കെ എന്ത് ചെയ്തു? ഇവിടെയുള്ള മെറ്റൽ, ഇവിടെയുള്ള എലമെന്റ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കുണ്ടാവുന്നത് E2O3 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടാണ്. ഫോർ എക്സാമ്പിൾ, ബോറോൺ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് B2O3 എന്ന് പറയുന്ന കോമ്പൗണ്ട് കിട്ടുന്നു. അതേപോലെ ഇവിടെയുള്ള എലമെന്റ് നൈട്രജനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് En എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടാണ് എന്ത് ചെയ്യുക? ഫോം ചെയ്യാൻ പറ്റാം. ഓക്കെ,
ഇസ് ദാറ്റ് ക്ലിയർ? നെക്സ്റ്റ് ഇവിടെയുള്ള അലുമിനിയം, ഇനി പറയാൻ പോകുന്നത് അലുമിനിയത്തിനെ കുറിച്ചിട്ടാണ്. അലുമിനിയത്തിൻ്റെ ക്ലോറൈഡുകളൊക്കെ ഡൈമർ ഫോം ചെയ്യുന്നത്. എന്താ ഡൈമർ? രണ്ട് മോണോമർ കൂടി ചേർന്നതിനെ വിളിക്കുന്ന പേരാണ് ഡൈമർ. അപ്പോൾ അലുമിനിയത്തിൻ്റെ AlCl3 എന്ന് പറയുന്ന സാധനം ഡൈമറായിട്ട് എക്സിസ്റ്റ് ചെയ്യും. ഇതാണ് ഡൈമർ എന്ന് പറയുന്ന സാധനം. ഇങ്ങനെ രണ്ട് മോണോമറുകൾ ഉള്ളതിനാണ് നമ്മൾ എന്തെന്ന് പേര് വിളിക്കുക? ഡൈമർ എന്ന് പറയുന്ന പേര് വിളിക്കുക. ഇങ്ങനെ ഡൈമറായിട്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആർക്ക്? AlCl3കൾക്ക് ഡൈമറായിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ബൊറാക്സിന്റെ ബേസിക് ഇക്വേഷൻ. വാട്ട് ഈസ് ദ ബേസിക് ഇക്വേഷൻ ഓഫ് ബൊറാക്സ്? Na2B4O7.10H2O. ഇതാണ് ബൊറാക്സിന്റെ ബേസിക് ഇക്വേഷൻ വരുന്നത്. ഓർത്തോബോറിക് ആസിഡിന്റെ ഇക്വേഷൻ, ഓർത്തോബോറിക് ആസിഡിന്റെ ബേസിക് ഇക്വേഷൻ എന്താ വരുന്നത്? H3BO3 എന്നുള്ളതാണ് ഓർത്തോബോറിക് ആസിഡിന്റെ ബേസിക് ഇക്വേഷൻ ഫോം ചെയ്യുന്നത്. അതേപോലെ ഡൈബറൈൻ്റെ സ്ട്രക്ചർ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദ സ്ട്രക്ചർ ഓഫ് ഡൈബറൈൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് ബനാന ബോണ്ടുള്ള കണ്ടീഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഇതാണ് ഡൈബറൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ട്രക്ചർ വന്നിരുന്നു. ഇവിടെ ഒരു H, ഇവിടെ ഒരു H, ഇവിടെ ഒരു H, ഇവിടെ ഒരു H ഫോം ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. ഒരേ ബോറോണിൽ നിന്നതിന് രണ്ട് സൈഡിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ബോണ്ടിങ് വരുന്നതിന് നമ്മൾ ഈ ഒരു ബോണ്ടിനെ ഈ BHB നടുവിൽ കാണുന്ന ഈ BHB എന്ന് പറയുന്ന, യു ക്യാൻ സീ ഹിയർ, ഈ BHB എന്ന് പറയുന്ന ഈ ഒരു ബോണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പേര് വിളിക്കുക? ബനാന ബോണ്ട് എന്ന് പറയുന്ന പേര് വിളിക്കുക. ബനാന ബോണ്ട് എന്ന് പറയുന്ന സാധനം 3 സെന്റർ 2 ഇലക്ട്രോൺ ആണ് എന്ന് മനസ്സിലാക്കി വെക്കാം. 3 സെന്റർ 2 ഇലക്ട്രോൺ ബോണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പേര് വിളിക്കുക? ബനാന ബോണ്ട് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ പ്ലീസ് കീപ് റിവൈസ് ദിസ് കൺസെപ്റ്റ്. അതൊന്ന് റിവൈസ് ചെയ്ത് വെക്കുക, മനസ്സിലതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ വെക്കുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അതിൻ്റെ പുറമെ നിങ്ങൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇവരെ റിയാക്ഷൻ വിത്ത് ഓക്സിജൻ, റിയാക്ഷൻ വിത്ത് നൈട്രജൻ, ബൊറാക്സിന്റെ ഇക്വേഷൻ, ഓർത്തോബോറിക് ആസിഡ് ഇക്വേഷൻ, അലുമിനിയം ഡൈമർ ഫോം ചെയ്യുന്നുണ്ട്. ദെൻ ഡൈബറൈനിലുള്ള നടുവിലുള്ള BHB ബോണ്ടിനെയാണ് ബനാന ബോണ്ട് എന്ന് പേര് വിളിക്കുന്നത്. That is 3 center 2 ഇലക്ട്രോൺ ആണ്. ഇതിലുള്ള ഓരോ ബോറോണും sp3 ഹൈബ്രിഡൈസേഷൻ ആണ് എന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി ഇവിടെയുള്ള ഈ ഡൈബറൈൻ എന്ന് പറയുന്ന ഈ B2H6 എന്ന് പറയുന്ന കോമ്പൗണ്ട് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇഫ് ഇറ്റ് ഈസ് റിയാക്റ്റഡ് വിത്ത് വാട്ടർ, നിങ്ങൾക്ക് H3BO3 കിട്ടുന്നു, ഓർത്തോബോറിക് ആസിഡ് കിട്ടുന്നു. ഇനി ഇവിടെയുള്ള ഡൈബറൈന് ഇവിടെയുള്ള അമോണിയമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇഫ് ഇറ്റ് ഈസ് റിയാക്റ്റഡ് വിത്ത് അമോണിയ, നിങ്ങൾക്ക് B3N3H6 കിട്ടുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് ബൊറാസോൾ. ദിസ് ഈസ് ആൾസോ നോൺ ആസ് ബൊറാസൈൻ ഓർ ഇനോർഗാനിക് ബെൻസീൻ എന്ന് പറയുന്ന പേര് വിളിക്കുന്നു. അതിന്റെ സ്ട്രക്ചർ നിങ്ങൾ NCERTയിൽ നോക്കുക കേട്ടോ. പ്ലീസ് റിവൈസ് ദ സ്ട്രക്ചർ ഫ്രം അവർ NCERT. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. B2H6നെ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർത്തോബോറിക് ആസിഡ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഫോം ചെയ്യുന്നുണ്ട്. അതേപോലെ B2H6നെ നമ്മൾ അമോണിയമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് B3N3H6 എന്ന് പറയുന്ന ബൊറാസോൾ എന്ന് പറയുന്ന കോമ്പൗണ്ട് കിട്ടുന്നു, അല്ലെങ്കിൽ ബൊറാസൈൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് കിട്ടുന്നു, അല്ലെങ്കിൽ ഇനോർഗാനിക് ബെൻസീൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് കിട്ടുന്നു. സോ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾ എന്ത് ചെയ്യുക? ഉണ്ടാക്കി വെക്കുക. സ്ട്രക്ചർ ഓഫ് ഡൈബറൈനെ കുറിച്ചുള്ള ഐഡിയ ഉണ്ടാക്കി വെക്കുക. ഇത്രയും കൺസെപ്റ്റ് ഉള്ളൂ നമ്മൾ ഏത് ഫാമിലിയിലുള്ളത്? ബോറോൺ ഫാമിലിയിലുള്ളത്. സോ ഈസ് ദാറ്റ് ദി ബോറോൺ ഫാമിലി ഈസ് ക്ലിയർ ഫോർ യു ആൾ? ഈ ബോറോൺ ഫാമിലി എല്ലാവർക്കും ക്ലിയർ ആണോ മക്കളെ? ഈസ് ദാറ്റ് ക്ലിയർ? ഈസ് ദാറ്റ് ദി ബോറോൺ ഫാമിലി ഈസ് ക്ലിയർ ഓഫ് ഫോർ യു ആൾ? ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോറോൺ ഫാമിലി കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വി ആർ ഗോയിങ് വിത്ത് ദ നെക്സ്റ്റ് ഫാമിലി ദാറ്റ് ഈസ് നോൺ ആസ് കാർബൺ ഫാമിലി. നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ഫാമിലിയിലോട്ട് പോവാണ്. നെക്സ്റ്റ് ഫാമിലി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഫാമിലി ഏതാ? കാർബൺ ഫാമിലിയാണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ വി ആർ ഗോയിങ് വിത്ത് ദിസ് കാർബൺ ഫാമിലി. നമ്മൾ നമ്മുടെ കാർബൺ ഫാമിലിയിലോട്ട് പോവാണ്. കാർബൺ ഫാമിലിയിൽ അതിൻ്റെ ഓർഡേഴ്സുകൾ നമ്മൾ ഇനീഷ്യലി തുടക്കമിടുന്ന ഓർഡേഴ്സുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. റിയാക്ടിവിറ്റിയുടെ ഓർഡർ ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി കാർബൺ, സിലിക്കൺ, ജെർമാനിയം, ടിന്ന്, ലെഡ് ഇത്രയും എലമെന്റ്സുകളാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൻ്റെ റിയാക്ടിവിറ്റി ഡൗൺ ദി ഗ്രൂപ്പ് എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ്. സോ ലെഡിനാണ് ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി. മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ് ആണ്. അസിഡിക് ക്യാരക്ടർ ഓഫ് ഓക്സൈഡ്സുകൾ ഡിക്രീസസുകളാണ്. ഇത് വീക്കർ ആസിഡുകളാണ്. അതേസമയം ഇവരൊക്കെ ആംഫോട്രിക്കുകളാണ്. ഇനി റെഡ്യൂസിങ് നേച്ചർ ഏതിൻ്റെ? ഹൈഡ്രേറ്റിൻ്റെ റെഡ്യൂസിങ് നേച്ചർ ഇൻക്രീസസ് ആണ്. ഈ ഓർഡേഴ്സുകൾ ഡാം വെരി ഇമ്പോർട്ടൻറ്റ്. പബ്ലിക് അല്ലെങ്കിൽ നീറ്റ് അവർ എക്സാമിനുകൾക്ക് ഇങ്ങനെയുള്ള ഓർഡേഴ്സുകളാണ് നിങ്ങൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇനി തെർമോസ്റ്റെബിലിറ്റി ഓഫ് ടെട്രാ ഹാലൈഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്സിഡൈസിങ് ക്യാരക്ടർ M4+, ഇവർ സാധാരണയായിട്ട് 2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്,
+2 ഉണ്ട്, +4 ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഓക്സിഡൈസിങ് ക്യാരക്ടറുകളുടെ ഓർഡർ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഹൈഡ്രോളിസിസിൻ്റെ ഓർഡർ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇത്രയും ഓർഡേഴ്സുകൾ നിങ്ങൾ ആദ്യം ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കണം. കീപ് ദി ഐഡിയ ഓഫ് ദീസ് ഓർഡേഴ്സിനെ കുറിച്ചിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾ എന്ത് ചെയ്യുക? കീപ്പപ്പ് ചെയ്യുക. അതിന് പുറമെ ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക. CO+H2 ഉണ്ടെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേര്, നമ്മൾ കാർബൺ മോണോക്സൈഡും ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് വാട്ടർ ഗ്യാസ് എന്ന് പറയുന്ന പേര് വിളിക്കുക. അതിനെ വിളിക്കുന്ന പേരാണ് വാട്ടർ ഗ്യാസ്. മക്കളെ, ഇതിലുള്ള ഈ കാർബൺ മോണോക്സൈഡിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ കാർബൺ മോണോക്സൈഡ് ഇപ്പോൾ ഒരു സിഗരറ്റ് സ്മോക്കിംഗ് ആണെന്നുള്ള ഒരാളാണെന്ന് വിചാരിച്ചോളൂ. ഇഫ് എ പേഴ്സൺ ഹാവിങ് എ സിഗരറ്റ് സ്മോക്കിംഗ് ഹാബിറ്റ്, സിഗരറ്റ് സ്മോക്കേഴ്സ് നമ്മൾ കാർബൺ മോണോക്സൈഡിനെ ഇങ്ങനെ വലിച്ചു കയറ്റുന്നു, നമ്മളെ ലങ്സിൽ എത്തുന്നു, ഹീമോഗ്ലോബിനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാർബൺ മോണോക്സൈഡ് പ്ലസ് ഹീമോഗ്ലോബിൻ ഇറ്റ് വിൽ ഫോം കാർബോക്സി ഹീമോഗ്ലോബിൻ ആയിട്ട് മാറുന്നു. കാർബോക്സി ഹീമോഗ്ലോബിൻ ആണെങ്കിൽ ഇറ്റ് ഈസ് 300 times more stable, 300 times more stable ആണ്, more stable than ഓക്സി ഹീമോഗ്ലോബിൻ, more stable than OHB എന്ന് പറഞ്ഞാൽ ഓക്സി ഹീമോഗ്ലോബിനെ കാട്ടിയും 300 times more stable ആണ് കാർബോക്സി ഹീമോഗ്ലോബിൻ. അങ്ങനെ കൂടുതലായിട്ട് സിഗരറ്റ് വലിച്ച് തന്തയാവുന്ന സമയത്ത് തട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. തട്ടിപ്പോവാനുള്ള കാരണമായിട്ടുള്ള രോഗത്തെ വിളിക്കുന്ന പേരാണ് അനോക്സിയ. അതിന് വിളിക്കുന്ന പേരാണ് അനോക്സിയ എന്ന് പറയുന്ന രോഗം, എന്ന് പറയുന്ന ലാക്ക് ഓഫ് ഓക്സിജൻ. ആവശ്യത്തിന് ഓക്സിജൻ ഇല്ലാത്ത കാരണം നമ്മൾ തട്ടിപ്പോകുന്നു എന്ന് പറയുന്ന കാര്യത്തിന് നമ്മൾ പറയാൻ പറ്റും. ഇതന്നെയാണ് നമ്മൾ സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലും അനോക്സിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ നെക്സ്റ്റ് നിങ്ങൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇവിടെ CO+H2 എന്ന് പറഞ്ഞ വാട്ടർ ഗ്യാസ് ആണ്. CO+N2 എന്താ മക്കളെ? വാട്ട് ഈസ് മീൻ ബൈ CO+N2? CO+N2 വിളിക്കുന്ന പേരാണ് പ്രൊഡ്യൂസർ ഗ്യാസ്. CO+N2 വിളിക്കുന്ന പേരെന്താണ്? പ്രൊഡ്യൂസർ ഗ്യാസ്. ദെൻ എന്താണ് ഡ്രൈ ഐസ്? ഇങ്ങനെയുള്ള ചില കൺസെപ്റ്റുകളാണ് അറിഞ്ഞിരിക്കുന്നത്. ഡ്രൈ ഐസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ ഐസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് കാൾഡ് ഡ്രൈ ഐസ്. സോ അതിനെക്കുറിച്ചിട്ട് ഒരു ഐഡിയ നിങ്ങൾ എന്ത് ചെയ്യുക? ഉണ്ടാക്കിക്കൊള്ളാം. നെക്സ്റ്റ് ലാസ്റ്റ്ലി നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാനുണ്ട്? കുറച്ച് സിലിക്കോണും സിലിക്കേറ്റ്സിനെ കുറിച്ചിട്ടൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ആ ഭാഗത്ത് നിന്ന് വല്ലാതെ നമുക്ക് എന്ത് ചെയ്യാറില്ല, ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. ഈ ഒരു ഏരിയാസ് നിങ്ങൾക്ക് ഈ കാർബൺ ഫാമിലിയിൽ ഈ ഓർഡേഴ്സിന് നിങ്ങൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുക? ഇമ്പോർട്ടൻസ് കൊടുക്കാം. അതിൻ്റെ റിയാക്ടിവിറ്റി, മെറ്റാലിക് ക്യാരക്ടർ, അസിഡിക് ക്യാരക്ടർ, അതേപോലെ ഹൈഡ്രേറ്റ്സിൻ്റെ റെഡ്യൂസിങ് നേച്ചർ, തെർമോസ്റ്റെബിലിറ്റി, ഓക്സിഡൈസിങ് നേച്ചർ, ഹൈഡ്രോളിസിസ് എന്നുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം. നെക്സ്റ്റ് ഞാൻ പറഞ്ഞിട്ടുള്ള മറ്റുള്ള കേസസ് കാർബൺ മോണോക്സൈഡിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിനെ കുറിച്ചിട്ടും. പിന്നെ നിങ്ങൾക്ക് സിലിക്കൺ ഡൈ ഓക്സൈഡിൻ്റെ എന്തൊക്കെയാണ് അതിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിലിക്കൺ ഡൈ ഓക്സൈഡ് ഞാൻ എടുത്തു എന്ന് വിചാരിച്ചോളൂ. ഫോർ എക്സാമ്പിൾ ഇഫ് ഐ ആം ടേക്കിംഗ് സിലിക്കൺ ഡൈ ഓക്സൈഡ് SiO2 നമ്മൾ എടുത്തെന്ന് വിചാരിച്ചോളൂ. ഈ സിലിക്കൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് സിലിക്ക എന്ന് കോമൺലി നമ്മൾ വിളിക്കുന്ന പേരാണ് സിലിക്ക. അതിൽ ക്രിസ്റ്റലൈൻ ഉണ്ട്, ക്രിസ്റ്റലൈൻ ഫോം ഓഫ് സിലിക്കകൾ ഉണ്ട്. ഏതൊക്കെയാണ് ക്രിസ്റ്റലൈൻ ഫോമുകളായിട്ട് നമുക്ക് എക്സിസ്റ്റ് ചെയ്യുക? ക്രിസ്റ്റലൈൻ ഫോമുകൾ ബ്രാക്കറ്റിൽ എഴുതുന്നുണ്ട്. ദാറ്റ് ഈസ് ക്വാഡ്സ് എന്ന് പറഞ്ഞ ഒരു ക്രിസ്റ്റലൈൻ ഫോമാണ്. നെക്സ്റ്റ് ട്രിഡ്മൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിസ്റ്റലൈൻ ഫോമാണ് ട്രിഡ്മൈറ്റ്. സോ ഏതൊക്കെയാണ് ക്രിസ്റ്റലൈൻ ഫോമുകൾ എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ എന്ത് ചെയ്യുക? നിങ്ങൾ ഉണ്ടാക്കി വെക്കാം. അത്ര മാത്രമേ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സിലിക്കൺ ഡൈ ഓക്സൈഡിൽ അറിഞ്ഞിരുന്നാൽ മതി. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സിലിക്കോൺസുകളാണ്. സിലിക്കോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഓർഗാനോ സിലിക്കൺ പോളിമർ വിത്ത് R2SiO ലിങ്കേജ്. ഇങ്ങനെയുള്ളൊരു ലിങ്കേജ് ഉള്ളതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിക്കോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ് എന്താണ് സിലിക്കേറ്റ്? സിലിക്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SiO4 4- ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പേര് വിളിക്കുക? സിലിക്കേറ്റ്സ് എന്ന് പറയുന്ന പേര് വിളിക്കാം. സിലിക്കേറ്റുകൾക്ക് ഡിഫറെൻറ്റ് എക്സാമ്പിളുകളുണ്ട്. ഇപ്പോൾ സിയോളൈറ്റ്, സോഡിയം അലുമിനോ സിലിക്കേറ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. മൈക്ക, ഫെൽസ്പാർ, ഇതൊക്കെ എന്തിൽ പെട്ടതാണ്? സിലിക്കേറ്റുകളിൽ പെട്ടതാണ്. ഇപ്പോൾ സിയോളൈറ്റ് ആണ് സാധാരണ നമ്മൾ NCERT പറഞ്ഞിട്ടുള്ളത്. അതിലൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് ZSM5. ZSM5 ഈസ് എ സിയോളൈറ്റ്. ZSM5 എന്ന് പറയുന്ന ഒരു സിലിക്കേറ്റ് ആയിട്ടുള്ള സിയോളൈറ്റ് എന്തിന് യൂസ് ചെയ്യുന്നുണ്ട്? ആൽക്കഹോളിനെ ഗസോലൈൻ ആക്കാൻ വേണ്ടിയിട്ട്, എന്ന് പറഞ്ഞാൽ ആൽക്കഹോളിനെ പെട്രോൾ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഗ്രൂപ്പ് 14 നിന്ന് നിങ്ങൾ ബേസിക്കലി അറിഞ്ഞിരിക്കണം. ആദ്യം ഈ ഓർഡേഴ്സ്, പിന്നെ കാർബൺ മോണോക്സൈഡ് അത് ഹീമോഗ്ലോബിനുമായിട്ട് റിയാക്ട് ചെയ്തുള്ള കണ്ടീഷൻ. ഇത് ആക്ച്വലി എൻവയോൺമെന്റൽ കെമിസ്ട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ടോപ്പിക്കാണ്, ഞാൻ അവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് കാർബൺ മോണോക്സൈഡ് വിത്ത് നൈട്രജനെ വിളിക്കുന്ന പേരാണ് പ്രൊഡ്യൂസർ ഗ്യാസ്. അതിനുശേഷം നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ള ഡ്രൈ ഐസ് എന്താണ്? സിലിക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ക്രിസ്റ്റലൈൻ ഫോം ഏതൊക്കെയാണ്? സിലിക്കോണിന്റെ ജനറൽ ഇക്വേഷൻ, സിലിക്കേറ്റിന്റെ ഇക്വേഷൻ, അതിന്റെ എക്സാമ്പിൾസ്, സിയോളൈറ്റിന്റെ എക്സാമ്പിൾ ആയിട്ടുള്ള
ZSM5ന്റെ യൂസ് ആൽക്കഹോളിനെ എന്താക്കി മാറ്റുന്നു, ഗസോളൈൻ ആക്കി മാറ്റുന്നു. ഇത്രയും കൺസെപ്റ്റുകളാണ് നിങ്ങൾ ഗ്രൂപ്പ് 14ൽ എന്ത് ചെയ്യാനുള്ളത്, ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഇത്രയും കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് എവിടെ ഉണ്ടായിരിക്കണം, ഗ്രൂപ്പ് 14ലും ഉണ്ടായിരിക്കണം. സോ നൗ വി ഡിസ്കസ് അബൌട്ട് ദി 2 ഗ്രൂപ്പ്സ്. സോ 2 ഗ്രൂപ്പിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. പി ബ്ലോക്കിലെ 2 ഗ്രൂപ്പുകൾ കവർ ചെയ്തു. ദാറ്റ് ഈസ് നമ്മുടെ ഗ്രേഡ് 11 നമ്മളെ +1 കെമിസ്ട്രിയിലുള്ള ബോറോൺ ഫാമിലി, കാർബൺ ഫാമിലിയിലുള്ള ബേസിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻസുകളായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നൈട്രജൻ ഫാമിലിയെ കുറിച്ചിട്ടാണ്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ഡിസ്കസിങ് അബൌട്ട് നൈട്രജൻ ഫാമിലി. സോ നൈട്രജൻ ഫാമിലിയെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്, ദാറ്റ്സ് വി ആർ ഗോയിങ് ടു ഡിസ്കസിങ്. ഗ്രൂപ്പ് 15 ആണ് നമ്മുടെ ഏത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രജൻ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ മക്കളെ, ഗ്രൂപ്പ് 15 അല്ലേ. അപ്പോൾ ഗ്രൂപ്പ് 15 നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യുക, ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മൾ ആദ്യം പറയുന്ന കാര്യങ്ങൾ ഈ ഓർഡേഴ്സിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുക കേട്ടോ. ഒന്ന് ഇത് നെക്സ്റ്റ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ലെറ്റ് us സ്റ്റാർട്ട് ഫ്രം അസിഡിക് സ്ട്രെങ്ത് ഓഫ് ട്രയോക്സൈഡ്. അസിഡിക് സ്ട്രെങ്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അതേസമയം പെൻഡോക്സൈഡിന്റെ അസിഡിക് സ്ട്രെങ്ത്തും എന്ത് ചെയ്യുന്നുണ്ട്, ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ദെൻ അസിഡിക് സ്ട്രെങ്ത് ഓഫ് ഓക്സൈഡ് ഓഫ് നൈട്രജൻ, നൈട്രജൻ്റെ ഓക്സൈഡിൻ്റെ നൈട്രിക് ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്ന നൈട്രജൻ്റെ ഓക്സൈഡുകളുടെ അസിഡിക് സ്ട്രെങ്ത്, ആ 3 ഓർഡേഴ്സുകൾക്ക് നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാം. പിന്നെ പറയുന്നത് ബേസിക് നേച്ചർ, ബോണ്ട് ആംഗിൾ, തെർമൽ സ്റ്റെബിലിറ്റി, ഡൈപോൾ മൊമെന്റ് ഓഫ് ദി ഹൈഡ്രേറ്റ്, എല്ലാം ഡിക്രീസ് ചെയ്യണം. ബേസിക് നേച്ചർ, ബോണ്ട് ആംഗിൾ, തെർമൽ സ്റ്റെബിലിറ്റി, ഡൈപോൾ മൊമെന്റ്, ഇത് പഠിക്കുന്ന സമയത്ത് നമ്മളിത് കുറേ ആയിട്ടാണ് പഠിക്കുക. പക്ഷേ ഇതൊക്കെ എന്ത് ചെയ്യുക, ഒരൊറ്റ ഓർഡറിൽ പഠിച്ചു വെക്കുക. ബേസിക് ക്യാരക്ടർ ആയിക്കോട്ടെ, ബോണ്ട് ആംഗിൾ ആയിക്കോട്ടെ, തെർമൽ സ്റ്റെബിലിറ്റി ആയിക്കോട്ടെ, ഡൈപോൾ മൊമെന്റ് ആയിക്കോട്ടെ, ഡിക്രീസസ് ഡൗൺ ദി ഗ്രൂപ്പ്. സ്റ്റെബിലിറ്റി ഓഫ് ട്രൈ ഹാലൈഡ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ഒരുവിധമൊക്കെ എന്താണ് നമ്മൾ എന്താ പറയുന്നത്, ഡിക്രീസുകളാണ്. നൈട്രജൻ ഓക്സൈഡ് മാത്രമേ ഇൻക്രീസസ് പറഞ്ഞിട്ടുള്ളൂ. നെക്സ്റ്റ് ലൂയിസ് ബേസ് ക്യാരക്ടർ എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യം NCl3 വരെ ഡിക്രീസ് ചെയ്തു, increase ചെയ്തു, then it decreases, then increases. Then ease of hydrolysis, വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യാനുള്ള ട്രൈ ഹാലൈഡ്സിന്റെ പ്രോപ്പർട്ടി എന്ത് ചെയ്യുന്നുണ്ട്, ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ലൂയിസ് ആസിഡ് ക്യാരക്ടർ എന്ത് ചെയ്യുന്നുണ്ട്, ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ദെൻ ഫോസ്ഫറസ് ഹാലൈഡിന്റെ ലൂയിസ് ആസിഡ് സ്ട്രെങ്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഡിക്രീസ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയും ഓർഡേഴ്സുകൾ എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യാം. ബേസിക് സ്ട്രെങ്ത് ഓൾറെഡി നമ്മൾ മുകളിൽ ഡിസ്കസ് ചെയ്തു, എന്ത് ചെയ്യുന്നുണ്ട്, ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അതിന് പുറമെ തെർമൽ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഡിക്രീസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഓർഡേഴ്സുകളിനെ കുറിച്ചിട്ടുള്ള ഒരു ബേസിക് ഐഡിയ നിങ്ങൾ ആദ്യം ഒന്ന് എന്ത് ചെയ്യുക, ഉണ്ടാക്കി വെക്കാം. അതിനുശേഷം ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറയുന്നു, അതെന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കാം. ഇപ്പൊ നോക്ക്, എൻ്റെ കയ്യിൽ ഹൈഡ്രേറ്റുകളുണ്ട്. നൈട്രോജൻ ഫാമിലിയിൽ NH3 ഉണ്ട്, അതേപോലെ തന്നെ അമോണിയ ഉണ്ട്, ഫോസ്ഫൈൻ ഉണ്ട്, നെക്സ്റ്റ് ഏത് വരുന്നത് ആർസൈൻ ഉണ്ട്, നെക്സ്റ്റ് സ്റ്റിബൈൻ ഉണ്ട്, നെക്സ്റ്റ് ബിസ്മുത്തൈൻ ഉണ്ട്. ഇവരിൽ ലെഫ്റ്റ് ടു റൈറ്റ് സ്റ്റെബിലിറ്റി എങ്ങനെയുള്ള ഓരോ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ വരക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ഒറ്റയടിക്ക് പറയുന്നു, ഇവിടെ സ്റ്റെബിലിറ്റി ബേസിക് ക്യാരക്ടർ എന്ത് ചെയ്യുന്നുണ്ട്, ഡിക്രീസ് ചെയ്യുന്നുണ്ട്. തെർമൽ സ്റ്റെബിലിറ്റി ബേസിക് ക്യാരക്ടർ ഓൾറെഡി നമ്മൾ പറഞ്ഞത്, സ്റ്റെബിലിറ്റി ആൻഡ് ബേസിക് ക്യാരക്ടർ എന്ത് ചെയ്യുന്നുണ്ട്, ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അതിന് പുറമെ ഞാൻ പറയുന്നു റിയാക്ടിവിറ്റി ആൻഡ് അസിഡിറ്റി, റിയാക്ടിവിറ്റിയും അതേപോലെ തന്നെ അസിഡിറ്റിയും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. റിയാക്ടിവിറ്റി ആൻഡ് അസിഡിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ആ ഓർഡേഴ്സ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഇവിടെ ഓർഡറിനാണ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ബാക്കി ഒന്നും കാണാപ്പാടാൻ പഠിച്ചിട്ട് കാര്യമില്ല. ഈ ഓർഡേഴ്സുകളാണ് ക്വസ്റ്റ്യന് ചോദിക്കുക. ഓർഡേഴ്സിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കണം. ഇനി ഇവിടെയുള്ള ഒരു പ്രിപ്പറേഷൻസിൽ നമുക്ക് ആകെ പഠിക്കാനുള്ളത് നൈട്രിക് ആസിഡ് ആണ്. നൈട്രിക് ആസിഡ് എന്ന് പറയുന്ന ഈ HNO3 വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്. ഇറ്റ് ഈസ് നോൺ ആസ് അക്വാ ഫോർട്ടിസ്. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് അക്വാ ഫോർട്ടിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രിപ്പറേഷൻ ഓഫ് നൈട്രിക് ആസിഡ് ഈസ് നോൺ ആസ് ദ ഓസ്റ്റ്വാൾഡ് പ്രോസസ്. ഇതിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്റ്റ്വാൾഡ് പ്രോസസ് എന്ന് പറയുന്ന പേര് വിളിക്കാം. ഓസ്റ്റ്വാൾഡ് പ്രോസസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്ലാറ്റിനം ഈസ് യൂസ്ഡ് ആസ് എ കാറ്റലിസ്റ്റ്. അതിൽ പ്ലാറ്റിനം ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാറ്റലിസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ നിങ്ങൾ എന്ത് ചെയ്യുക, ഉണ്ടാക്കി വെക്കുക. അതറിഞ്ഞിരുന്നാൽ മതി. ഏതിന്, ഈ നൈട്രിക് ആസിഡിൽ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക. നൈട്രിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഈസ് നോൺ ആസ് ഓസ്റ്റ്വാൾഡ് പ്രോസസ്. അതിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് അത് അക്വാ ഫോർട്ടിസ്, ദാറ്റ് വി ആർ യൂസിങ് പ്ലാറ്റിനം. നെക്സ്റ്റ് PH3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോസ്ഫൈൻ ആണ്. ഈ ഫോസ്ഫൈനിനെ നമ്മൾ ഒരു യൂസ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഹോം സിഗ്നൽ എന്ന് പറയുന്ന സാധനം. ഹോം സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ സാധാരണയായിട്ട് ഈ കടലിൽ പോകുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ലൈഫ് ഓഫ് പൈ ഒക്കെ കണ്ട ആൾക്കാരായിരിക്കും നിങ്ങളൊക്കെ. അപ്പോൾ ഈ കടലിൽ അകപ്പെട്ടിട്ട് നമുക്ക് അവിടെ നിന്ന് നമ്മളൊരു സാധനം കത്തിച്ചിട്ട് നമ്മൾ മേലേക്ക് വലിച്ചെറിയും. എന്തിന്? ബാക്കിയുള്ളവർ ആരെങ്കിലും കണ്ടോട്ടെ വെച്ചിട്ട്. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക വിളിക്കുക? ഹോം സിഗ്നൽ, അല്ലെങ്കിൽ ഇതിന് സ്മോക്ക് സ്ക്രീൻ. ഇങ്ങനെയുള്ള സാധനങ്ങൾ ക്വസ്റ്റ്യനിൽ വന്നു കഴിഞ്ഞാൽ അത് ഫോസ്ഫൈനിൻ്റെ യൂസിൽ പെട്ടതാണ് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വെക്കാം. അപ്പോൾ നൈട്രജൻ ഫാമിലിയിൽ നിങ്ങൾ ഇത്ര പഠിച്ചാൽ മതി. എത്ര കാര്യങ്ങൾ? ഒന്ന് ഈ ഓർഡേഴ്സുകളൊക്കെ, പിന്നെ ഹൈഡ്രേറ്റ്സിൻ്റെ ഓർഡർ, നൈട്രിക് ആസിഡിൻ്റെ പ്രിപ്പറേഷൻ, അല്ലെങ്കിൽ ഈ പേര് വിളിക്കുന്നതാണ് അക്വാ ഫോർട്ടിസ്, ഇറ്റ് ഈസ് നോൺ ആസ് ഓസ്റ്റ്വാൾഡ് പ്രോസസ്. പ്ലാറ്റിനം ആണ് അവിടെ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ്. ഫോസ്ഫൈൻ്റെ യൂസസ് ഹോം സിഗ്നൽ ഉണ്ട്, സ്മോക്ക് സ്ക്രീൻ ഉണ്ട്. നൈട്രജൻ ഫാമിലി കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നേരെ കയറി ചെല്ലുന്നത് അടുത്ത ഫാമിലിയിലോട്ടാണ്, ദാറ്റ് ഈസ് ഓക്സിജൻ ഫാമിലി. ഓക്സിജൻ ഫാമിലിയിൽ ആരൊക്കെയുള്ളത്? ഓക്സിജൻ, സൾഫർ ഉണ്ട്, സെലിനിയം ഉണ്ട്, ടെലൂറിയം ഉണ്ട്, പൊളോണിയം ഉണ്ട്, അല്ല മക്കളെ? അപ്പോൾ ഇതിൽ ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക? മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഓഫ് ഹൈഡ്രേറ്റ് എന്ത് ചെയ്യുന്നത്? ഹൈഡ്രേറ്റുകളെ കുറിച്ചിട്ട് ആദ്യം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഡിക്രീസ് ചെയ്യുന്നുണ്ട്, വോളറ്റൈലിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, റെഡ്യൂസിങ് നേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, കോവാലൻ ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ഓക്സൈഡിന്റെ അസിഡിക് ക്യാരക്ടർ എന്ത് ചെയ്യുന്നുണ്ട്? ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ദെൻ അസിഡിക് ക്യാരക്ടർ സൾഫറിന്റെ ഓക്സൈഡും ടെലൂറിയത്തിന്റെയും മാത്രം എന്ത് ചെയ്യുന്നുണ്ട്? പെർട്ടിക്കുലർ അതെന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഈ ഓർഡേഴ്സുകൾക്ക് എന്ത് ചെയ്യുക? കൂടുതൽ എന്ത് ചെയ്യുക? ഇമ്പോർട്ടൻസുകൾ കൊടുക്കാം. ഓക്കെ, അതിൻ്റെ പുറമെ തന്നെ നമ്മൾ ഓക്സൈഡുകൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഈ ഓക്സിജൻ, സൾഫർ, സെലിനിയം, ടെലൂറിയം, പൊളോണിയം, ഇത്രയുള്ള എലമെൻസുകളാണ്. അപ്പോൾ അതിൽ നിങ്ങൾ ഓസോണിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അതിലെപോലെ തന്നെ സൾഫറിന് രണ്ട് രീതിയിലുണ്ട്. ദാറ്റ് ഈസ് നമ്മളെ ക്രൗൺ ഷേപ്പുള്ള സൾഫർ, ക്രൗൺ ഷേപ്പ് SI2 ക്രൗൺ ഷേപ്പുള്ള സൾഫർ ഫോം ചെയ്യുന്ന കണ്ടീഷൻ എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് നോക്കി വെക്കുക. അതേപോലെ വൈറ്റ് ഫോസ്ഫറസും, റെഡ് ഫോസ്ഫറസും, ബ്ലാക്ക് ഫോസ്ഫറസും, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. നൈട്രജൻ ഫാമിലിയിൽ വൈറ്റ് ഫോസ്ഫറസ്, റെഡ് ഫോസ്ഫറസ്, ബ്ലാക്ക് ഫോസ്ഫറസ്, അതെന്ത് ചെയ്യുക? നോക്കി വെക്കുക. സൾഫറിൽ റോംബിക് സൾഫർ അല്ലേ? സൾഫർ റോംബിക് സൾഫറും അല്ലെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് ആൽഫ സൾഫറും. അടുത്തത് മോണോക്ലിനിക് സൾഫർ. ഇങ്ങനെയാണ് 3 ടൈപ്പ് ഓഫ് സൾഫർ. മോണോക്ലിനിക്കും, ദെൻ അതാണ് ബീറ്റ, റോംബിക്കും മോണോക്ലിനിക്കും. പിന്നെ അടുത്തും കൂടി ഉണ്ട് പ്ലാസ്റ്റിക് സൾഫർ. പ്ലാസ്റ്റിക് സൾഫറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗാമ എന്ന് പറയുന്ന പേര് വിളിക്കുക. ഈ 3 ടൈപ്പ് ഓഫ് സൾഫറുകൾ ഏതൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾ ബേസിക്കലി ഈ ഓർഡർ പഠിച്ചാൽ മതി. ഓക്സിജൻ ഫാമിലിയിൽ ദിസ് ഓർഡർ ഈസ് ഇനഫ് ടു ക്രാക്ക് എനിത്തിങ്. ഇനി ഇവിടെ പ്രിപ്പറേഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് ഉണ്ട്. പ്രിപ്പറേഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡിനെ വിളിക്കുന്ന പേരാണ് കോണ്ടാക്ട് പ്രോസസ്സ്. കോണ്ടാക്ട് പ്രോസസ്സിൽ വനേഡിയം പെൻഡോക്സൈഡ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾ ഉണ്ടാക്കി വെക്കാം. അപ്പം നമ്മൾ പറഞ്ഞു ഗ്രൂപ്പ് 50 നൈട്രിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ അതെന്താണ്? ഓസ്റ്റ്വാൾഡ് പ്രോസസ്സാണ്. ഗ്രൂപ്പ് 16 ഓക്സിജൻ ഫാമിലിയിൽ സൾഫ്യൂരിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ അത് കോണ്ടാക്ട് പ്രോസസ്സാണ്. അവിടെ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് വനേഡിയം പെൻഡോക്സൈഡ് ആണ് എന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കി വെക്കാം. പിന്നെ റോംബിക് സൾഫർ, മോണോക്ലിനിക്, പ്ലാസ്റ്റിക് ഏതൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ബേസിക് ഐഡിയ നിങ്ങൾ എന്ത് ചെയ്യുക? കീപ്പ് അപ്പ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഈ ഓക്സിജൻ ഫാമിലി കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നേരെ കയറി ചെല്ലുന്നത് ഹാലജൻസിലോട്ടാണ്. ഹാലജൻസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ബോണ്ട് എനർജി ഡിക്രീസ് ചെയ്യുന്നു. സൊലിബിലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? സൊലിബിലിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ സൊലിബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നു. ഓക്സിഡൈസിങ് പവർ എന്ത് ചെയ്യുന്നുണ്ട്? ഡിക്രീസ് ചെയ്യുന്നുണ്ട്. എൻതാൽപ്പി എന്ത് ചെയ്യുന്നുണ്ട്? ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഈ ഓർഡേഴ്സുകളൊക്കെ എന്ത് ചെയ്യുക? നോക്കി വെക്കുക. റിയാക്ടിവിറ്റി ഓഫ് ഹാലജൻ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അയോണിക് ക്യാരക്ടർ ഓഫ് മെറ്റൽ ഹാലൈഡ് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. റെഡ്യൂസിങ് നേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ അയോഡിൻ വരെ, ഞാൻ ഫ്ലൂറിൻ ടു അയോഡിൻ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് കോൺജുഗേറ്റ് ബേസിന്റെ കണ്ടീഷൻ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ദെൻ റെഡ്യൂസിങ് പ്രോപ്പർട്ടി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്സിഡൈസിങ് പവർ ഓഫ് ഓക്സൈഡ്സ് ഓഫ് ക്ലോറിൻ എന്ത് ചെയ്യുന്നുണ്ട്? അത് ഡിക്രീസ് ചെയ്യുന്ന ഓർഡർ നോക്കാം. ദെൻ അസിഡിക് ക്യാരക്ടർ ഓഫ് ഓക്സോ ആസിഡ്സ് ഓഫ് ക്ലോറിൻ ഇൻക്രീസ് ചെയ്യുന്ന ഓർഡർ നോക്കാം. അടുത്ത ഓക്സോ ആസിഡ്സ് ഓഫ് ക്ലോറിന്റെ ഓക്സിഡൈസിങ് പവറും അസിഡിക് ക്യാരക്ടറും ഈ 2 ഓർഡേഴ്സുകളും എന്ത് ചെയ്യുക? നോക്കി വെക്കുക. ഈ ഓർഡേഴ്സുകൾക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഈ ഓർഡേഴ്സ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനിൽ നിന്നാണ് ഈ ഓർഡേഴ്സുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. സോ കീപ് മോർ ഐഡിയ ഫോർ ദിസ് ഓർഡേഴ്സ്. ഓർഡേഴ്സിന് നിങ്ങൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക. വീണ്ടും വീണ്ടും പല പ്രാവശ്യങ്ങളായിട്ട് ചോദിച്ചിട്ടുള്ള വീണ്ടും പല പ്രാവശ്യങ്ങളായിട്ട് ചോദിച്ചിട്ടുള്ള ഓർഡേഴ്സുകളാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തുള്ളത് പറയുന്നുള്ളത്. സോ ഇത് നന്നായിട്ട് എന്ത് ചെയ്യുക? ഒന്ന് കീപ്പപ്പ് ചെയ്യുക ഈ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ. ബാക്കിയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മേലെ തട്ടിച്ചിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യുന്നതേ ഉള്ളൂ. അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾ എന്ത് ചെയ്യുക? ഉണ്ടാക്കി വെക്കാം. ഇതിൽ ഈ ഗ്രൂപ്പ് 17 ഇനി ഒരു കാര്യം കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇന്റർ ഹാലജൻ കോമ്പൗണ്ടുകളെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്റർ ഹാലജൻ കോമ്പൗണ്ടുകൾ 4 ഉണ്ട്. ദാറ്റ് ഈസ് AX ഉണ്ട്,
AX3 ഉണ്ട്, AX5 ഉണ്ട്, AX7 ഉണ്ട്. ഇതാണ് ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്. AX ആണെങ്കിൽ CLF, ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞ എലമെന്റ് ആദ്യം, കൂടിയ എലമെന്റ് രണ്ടാമത്തതും, അങ്ങനെയാണ് വെക്കുക. AX3 എന്നാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞു നോക്കുക CLF3 എന്ന് പറയുന്നത് എഴുതാൻ പറ്റും. AX5 ആണെങ്കിൽ ഇപ്പോൾ പറയുക BRF5, ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ എലമെന്റ് രണ്ടാമത്തതും. AX7 ആണെങ്കിൽ CLF7 എന്ന് എഴുതാൻ പറ്റും. AX ആണെങ്കിൽ അതിന്റെ ഷേപ്പ് ലീനിയർ ആയിരിക്കും എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. AX3 ആണെങ്കിൽ അത് T ഷേപ്പ്ഡ് ആണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. AX5 ആണെങ്കിൽ ഇത് സ്ക്വയർ പിരമിഡൽ ആണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സ്ക്വയർ പിരമിഡൽ. നെക്സ്റ്റ് AX7 ആണെങ്കിൽ പെൻഡഗണൽ പിരമിഡൽ ആണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പെൻഡഗണൽ ബൈ പിരമിഡൽ എന്നൊക്കെ പേര് വിളിക്കാൻ പറ്റും. സോ പെൻഡഗൽ പിരമിഡൽ ആണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഐഡിയ വേണം. എന്താണ് ഇന്റർ ഹാലജൻ കോമ്പൗണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. രണ്ട് ഹാലജൻ ആറ്റങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടി ഉണ്ടാകുന്ന ഒരു പുതിയ കോമ്പൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പേര് വിളിക്കുക? ഇന്റർ ഹാലജൻ കോമ്പൗണ്ട് എന്ന് പറയുന്ന പേര് വിളിക്കുക. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ നിങ്ങൾ എന്ത് ചെയ്യുക? ഉണ്ടാക്കി വെക്കുക മക്കളെ. അതിൽ തന്നെ ബ്ലീച്ചിങ് പൗഡറിൻ്റെ ഒരു പ്രിപ്പറേഷനും കൂടി ഇതിൽ വരുന്നുണ്ട്. അത് നമ്മൾ ഓൾറെഡി ഓവറോൾ ആയിട്ട് എസ് ബ്ലോക്കിൽ പഠിക്കാനുള്ളതാണ്. ബ്ലീച്ചിങ് പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നു. എൻ്റെ കയ്യിലുള്ള സ്ലേക്കഡ് ലൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CaOH ട്വൈസ് ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലും കാൽഷ്യം ഹൈപ്പോക്ലോറേറ്റ് CaOCl ട്വൈസ് പ്ലസ് CaCl2 പ്ലസ് H2O എന്ന് പറയുന്ന കോമ്പൗണ്ട് കിട്ടുന്നു. ഇതിനെയാണ് നമ്മൾ ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു എന്ന് പറയുന്ന കാര്യം കൂടി ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. സോ പ്ലീസ് കീപ് ദിസ് ഓൾ ദ കൺസെപ്റ്റ് വിത്ത് യു അബൌട്ട് ദി ഹാലജൻസ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോബിൾ ഗ്യാസസിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. നോബിൾ ഗ്യാസസിൽ നമുക്ക് XCF2, XCF4, XCF6 എന്ന് പറയുന്ന കോമ്പൗണ്ടുകൾ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞു. ഒക്റ്ററ്റ് ഫോം ചെയ്യാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള പല കോമ്പൗണ്ടുകൾ ഉണ്ടാവുന്നുണ്ട്. അതിന് ചില റിയാക്ഷൻസുകൾ ചോദിക്കും. ദിസ് ഈസ് എ റിയാക്ഷൻ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്. കോർഡിനേഷൻ കോമ്പൗണ്ടിലുള്ള ചില റിയാക്ഷൻസുകളാണ്. ഈ റിയാക്ഷൻസുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും നോക്കണം. ഈ റിയാക്ഷൻസുകളിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. XCF6 വാട്ടറുമായിട്ട്, XCF6 സിലിക്കൺ ഡയോക്സൈഡുമായിട്ട്, XCF4 സിലിക്കൺ ഡയോക്സൈഡുമായിട്ട്, XCO2F4 സിലിക്കൺ ഡയോക്സൈഡുമായിട്ട് റിയാക്ഷൻസുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ചോദിച്ചിട്ടുണ്ട് പല പ്രാവശ്യങ്ങളായിട്ട്. അതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ നിങ്ങൾ ഉണ്ടാക്കി വെക്കാം. അതിന് പുറമെ ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കാം. ഓരോന്നിൻ്റെ സ്ട്രക്ചർ ശ്രദ്ധിക്കും. ഇപ്പോൾ XCF2 എങ്ങനെ വരക്കാം? XCF2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫ്ലൂറിൻ വന്നു, ഇവിടെ ഒരു ഫ്ലൂറിൻ വന്നു, ബാക്കിയുള്ള ഇലക്ട്രോണുകൾ ഇവിടെ ഉണ്ട്. ഇതൊരു ലോൺ പെയർ ഉണ്ടായിരിക്കും, ഇത് മറ്റൊരു ലോൺ പെയർ, ഇത് മറ്റൊരു ലോൺ പെയർ. അപ്പോൾ ഇത് എന്ത് ഷേപ്പായിട്ട് മാറി? ലീനിയർ ഷേപ്പായിട്ട് മാറി. ഇനി XCF4 ആണെങ്കിൽ ഇവിടെ എന്ത് വരിക? 1 2 3 4. ഇവിടെ ഒരു ഫ്ലൂറിൻ ഉണ്ട്, ഇവിടെ മറ്റൊരു ഫ്ലൂറിൻ ഉണ്ട്, ഇത് മറ്റൊരു ഫ്ലൂറിൻ ഉണ്ട്, മറ്റൊരു ഫ്ലൂറിൻ ഉണ്ട്, 4 ഫ്ലൂറിൻ ഉണ്ട്. സോ ബാക്കിയുള്ള ഇലക്ട്രോണുകൾ ഇവിടെ ഒരു സെറ്റ് വരും, ഇവിടെ ഒരു സെറ്റ് വരും. അപ്പോൾ എന്ത് ഷേപ്പ് വരും? സ്ക്വയർ പ്ലനാർ ഇസ് ദർ ഷേപ്പ്. സ്ക്വയർ പ്ലനാർ. XCF4 ആണെങ്കിൽ സ്ക്വയർ പ്ലനാർ ആയിരിക്കും. ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാനൊക്കെ നിങ്ങൾക്ക് അറിയാം, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? അതിനുശേഷം നെക്സ്റ്റ് XCF6 ആണെങ്കിൽ ഏത് ഷേപ്പ് വരും? XCF6 ആണെങ്കിൽ ഇസ് ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹെഡ്രൽ ആണ് ഷേപ്പ് വരിക. ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹെഡ്രൽ. അത് കഴിഞ്ഞ് XCOF4 ആണെങ്കിൽ ഏതാ വരിക? സ്ക്വയർ പിരമിഡൽ ആണ് ഷേപ്പ് വരിക. സ്ക്വയർ പിരമിഡൽ. ഷേപ്പുകൾ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. XCO3 ആണെങ്കിൽ ഇറ്റ് ഫോം ജസ്റ്റ് പിരമിഡൽ സ്ട്രക്ചർ. അതൊരു ജസ്റ്റ് പിരമിഡൽ സ്ട്രക്ചർ ആണ് എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ബേസിക് ഐഡിയ നിങ്ങൾ എന്ത് ചെയ്യുക? കീപ്പപ്പ് ചെയ്യുക. Okay, so now we discussed about the group 13 to group 18. Group 13 മുതൽ 18 വരെയുള്ള ഒരു കലാശക്കൊട്ടന്നെയാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്? നടന്നിട്ടുള്ളത്. ഓക്കെ, സോ ഒരു കലാശക്കൊട്ടിൽ നമ്മൾ കൂടുതലായിട്ട് കുറേ കാര്യങ്ങൾ സ്പീഡായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. നമുക്ക് ഇത്രയും കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. സോ നിങ്ങളിപ്പം ഗ്രൂപ്പ് 13, 14, 15, 16, 17 ഇത് പഠിക്കാനിരിക്കുന്ന സമയത്ത് ഇതിലുള്ള ഇങ്ങനെയുള്ള ഓർഡേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കുറേ തിയറി കുറേ വായിച്ചു പോകണ്ട, ഇങ്ങനെയുള്ള ഓർഡേഴ്സുകൾ നോക്കുക. അതിന് പുറമെയുള്ള NCERT ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് ക്ലിയർ ആയിട്ടൊന്ന് നിങ്ങളൊന്ന് മൈൻഡിൽ വെച്ചൊന്ന് റിവൈസ് ചെയ്യാം. ബാലൻസ് എവറിത്തിങ് വിൽ ബി പെർഫെക്റ്റ്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, സോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? അതിനനുസരിച്ച് എന്ത് ചെയ്യുക? പഠിച്ചിട്ട് പോവുക. അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും നമുക്കൊരു ഇനോർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞ ചാപ്റ്റർ നമുക്ക് വിത്തിൻ ഒരു ഹാഫ് ആൻ അവർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ക്ലിയർ ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു കീപ്പ് ഇൻ ടൈം.
സോ ടൈം ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ഓക്കെ, സോ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, എന്തൊരു കാര്യത്തിനും നിങ്ങൾ അതിൻ്റേതായിട്ടുള്ള ഒരു പോസിറ്റീവ് വേയിൽ നിങ്ങൾ ഇറങ്ങാം. സോ ഇറ്റ്സ് ഓൺലി എ ലെസ് ചാപ്റ്റേഴ്സ്. ഇനോർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ അത്ര ടഫുള്ള കണ്ടീഷൻ അല്ല. സോ നിങ്ങൾക്ക് എൻ്റെ മുന്നിൽ എൻ്റെ നമ്പർ ഉണ്ട്, യു ക്യാൻ യൂസ് ദാറ്റ് നമ്പർ. മൈസെൽഫ്, എൻ്റെ പേര് ആക്ച്വൽ പേര് നിങ്ങൾക്ക് ഇത്രയും അറിയുമെന്നറിയില്ല. മൈസെൽഫ് CNS എന്ന് പലയിടത്തും ഉണ്ടായിരിക്കും, CN എന്നുണ്ടായിരിക്കും പലയിടത്ത്. ആക്ച്വലി മൈ നെയിം ഈസ് നിഷാദ്. ഓക്കെ, നിഷാദ് എന്നാണ് പേര്, നിഷാദ് പക്കട, ദാറ്റ്സ് മൈ നെയിം. ഓക്കെ, സോ അച്ചായൻ എന്ന് പലയിടത്തും എന്ത് ചെയ്യും, എല്ലാവരും ഞാൻ എന്നെ തന്നെ വിളിക്കുന്ന പേര് തന്നെയാണ്, അല്ലാതെ ഇപ്പോൾ കുട്ടികൾ വിളിക്കുന്ന പേരും ഒക്കെ തന്നെയാണ്. സോ എന്ത് ചെയ്യുക മക്കളെ, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ നന്നായിട്ട് യൂസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യുക. ഈ ഓർഡേഴ്സ് വെക്കുക, അല്ലാതെ നിങ്ങൾ ഈ ചാപ്റ്റർ മുഴുവനായിട്ട് എന്ത് ചെയ്യേണ്ട, ഈ എല്ലാ പോയിന്റ് ആയിട്ടൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഓർഡേഴ്സുകളും അതേപോലെ ചില പ്രിപ്പറേഷൻസിൻ്റെ നെയിമിങ്ങുകളും അതിൽ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റുകൾ, ഇങ്ങനത്തതാണ് എന്ത് ചെയ്യുന്നുള്ളത് ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ ആ ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻസ് കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിനൊക്കെ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ക്വസ്റ്റ്യൻ വെച്ചിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് വെക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് നിങ്ങളെവിടെ ഇരുത്തി നമ്മൾ എന്ത് ചെയ്യുന്നില്ല, വെറുപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്ന് കവർ ചെയ്തത് ഹൈഡ്രജൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ, എസ് ബ്ലോക്കും ഗ്രൂപ്പ് 13, 14, 15, 16, 17, 18 എന്നുള്ള ഒരു കലാശക്കൊട്ടിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, പോകുന്നു. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ഐ എം ഓൾവേസ് ബി വിത്ത് യു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കെമിസ്ട്രി ടോപ്പിക്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ യു ക്യാൻ വാട്സ്ആപ്പ് മീ. സോ ഐ വിൽ ബി വിത്ത് യു. സീ യു ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വീണ്ടും നല്ലൊരു ടോപ്പിക്കോട് കൂടി. ഇനോർഗാനിക് കെമിസ്ട്രി ഇസ് എ ലെങ്തി ടോപ്പിക്, സോ ഐ ഹാവ് എ വെരി ലെസ് ടൈം ഇൻ ഫ്രണ്ട് ഓഫ് യു ടു ഡു ദിസ് ഓൾ ദ തിങ്സ്. സോ എന്തായാലും നിങ്ങളെ മുന്നിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, വരുന്നതാണ്. സോ അതുവരേക്കും നമ്മളെ സെയിം തിങ്, സൈനിങ് ഓഫ്, ഗുഡ് ബൈ.